വെള്ളി നക്ഷത്ര സിനിമയിലോ പെട്ട് കുട്ടിയുടെ കരച്ചിൽ കേൾക്കാമെന്ന് പറഞ്ഞ് വയറ്റിൽ ചെവി വെക്കുമ്പോൾ കുട്ടി കരയുന്ന പോലെ നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ടുണ്ടാവുന്നതാണ്. അല്ലാതെ കുഞ്ഞു യൂട്രസിനകത്ത് കരയുന്നില്ല, ബാക്കി മസിൽ മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ ഒ പിയിൽ വന്നിട്ടിങ്ങനെ അമ്മമാർ പറയും എൻ്റെ കുഞ്ഞിന് കോങ്കണ്ണുണ്ടെന്ന് പറയുന്ന ഡോക്ടറെ നോക്കണം, കാരണം കുഞ്ഞ് ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഒരു കണ്ണ് അകത്തേക്കും ഒരു കണ്ണ് സൈഡിലേക്കും വരാറുണ്ട്, കോങ്കണ്ണാണെന്ന് തോന്നുന്നു. നിറം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ അരച്ച് കലക്കുക. അത് കുങ്കുമപ്പൂ ചെറിയ കാര്യമൊന്നുമല്ല. കുങ്കുമപ്പൂ ഇവിടുത്തെ കുങ്കുമപ്പൂ ഒക്കെ അണ്ടർ ക്വാളിറ്റിയാണ്. അപ്പോൾ കാശ്മീരിൽ നിന്ന് വരുന്നു കുങ്കുമപ്പൂ. ഞാൻ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും ഞാൻ നോക്കുമ്പോൾ ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരുമായിരിക്കും. കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഒരു 10-12 പേര് ചുറ്റും ഉണ്ടാവും. പറയും അയ്യോ ദേ ആ മോനെ പോലെ തന്നെ ഇരിക്കുന്നു, എവിടെ ആ കുഞ്ഞും അപ്പുറത്ത് കിടക്കുന്ന വാർമറിൽ അടുത്ത കുഞ്ഞും തമ്മിൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിയണമെങ്കിൽ ID ബാൻഡ് വേണം. What is exactly happening in the first 1000 days of a child? കുട്ടികൾ ജനിക്കുന്ന സമയത്ത് കരയണമെന്ന് നിർബന്ധമുണ്ടോ? 68 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവുന്നതാണ്. നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ ഒരു കരച്ചിൽ കേൾക്കാൻ നമ്മളിങ്ങനെ ചെവി ഓർത്തിരിക്കും. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവുമോ ഈ 2 വയസ്സിനുള്ളിൽ? കുഞ്ഞിലെ തൊട്ട് വളരെ നല്ലപോലെ ട്രാവൽ ചെയ്യുന്ന പേരൻസിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് ട്രാവലിംഗ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി വരാറേ ഇല്ല. കുട്ടിയെ കാണാൻ വരുന്ന ആളുകൾ അവർ പൊതുവേ പറയുന്നതാണ്, അയ്യോ കുട്ടി വളരെ മെലിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റഡി വന്നല്ലോ, 32 വയസ്സ് വരെ അഡോളസൻസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത്. കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? വീട്ടിനകത്ത് വെച്ച് തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി ഉണ്ടാവാറില്ല. ചെറിയ പനികൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാറുണ്ട്. കുങ്കുമപ്പൂ അരച്ച് കലക്കി കുടിച്ചാൽ അല്ലെങ്കിൽ ബദാം അരച്ച് കലക്കി കുടിച്ചാൽ കുട്ടിയുടെ നിറത്തിന് വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, 100% ഇല്ല. അമ്മയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ ഗോ ടു പ്ലേസ്. കുഞ്ഞ് എപ്പോഴും ഒരു ഹാപ്പിനെസ്സിൻ്റെ എപ്പിറ്റോമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഗോപിക, വെൽക്കം ടു ചിയേഴ്സ് വിത്ത്. താങ്ക് യു. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് കരയണമെന്ന് നിർബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി അവർ കരയണം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗോൾഡൻ മിനിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് കുട്ടി ജനിച്ച് കുഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ യൂട്രസിലെ എൻവയൺമെൻറ്റിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ട്രാൻസിഷൻ ഉറപ്പാക്കുന്നത് ഈ കരച്ചിലാണ്. അപ്പോൾ കരയുമ്പോഴാണ് അവരുടെ ആ ഒരു ലങ്സിലെ പ്രഷർ ഡൗൺ ആയി ലങ്സ് എക്സ്പാൻഡായി അതിലേക്ക് ഓക്സിജൻ ഡയറക്റ്റായിട്ട് കയറുകയും അതുവരെ ഒരു ബലൂൺ പോലെ ചൊട്ടിയിരുന്ന ബലൂൺ പോലെ ഇരുന്ന ലങ്സ് പെട്ടെന്ന് ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് വെൻറ്റിലേഷൻ നടക്കുകയും അതുവഴിയാണ് ബാക്കിയുള്ള ട്രാൻസിഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതുവരെയും കുഞ്ഞിന് ആ ഒരു അമ്പലിക്കൽ കോഡ് വഴിയുള്ള ഓക്സിജൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ കരയണം എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി, ആ ഒരു ബേബിയെ കരയിക്കുക എന്നുള്ളത്. കാരണം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കരയുന്നില്ല, കുറച്ച് സീനുകൾ നമ്മൾ ക്യൂരിയസ് ആയിട്ട് കുറച്ച് മൂവ്മെന്റ്സുകൾ ഇങ്ങനെ പോകുന്നു, BGMകൾ ഇങ്ങനെ വരുന്നു, അതിനുശേഷം പെട്ടെന്ന് കുട്ടി കരയുന്നു. അത് ശരിക്കും അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിലും? അങ്ങനെ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പീഡിയാട്രിഷനോ നിയോനേറ്റോളജിസ്റ്റോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ ഒരു കരച്ചിൽ കേൾക്കാൻ നമ്മളിങ്ങനെ ചെവി ഓർത്തിരിക്കും. ആ ഡെലിവറി കഴിഞ്ഞ് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കാണ് കരച്ചിൽ. അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതാണ് ടെൻഷൻ. എത്ര സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ടൈം പീരീഡിനുള്ളിൽ കുട്ടി കരയണമെന്നുണ്ടോ? 1 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് കരഞ്ഞിരിക്കണം. അങ്ങനെ കരയാത്ത കുഞ്ഞുങ്ങളെ നമ്മളുടെ ജനറലായിട്ടുള്ള മെഷേഴ്സ് വെച്ച് കരയിപ്പിക്കുക. ആ കരച്ചിൽ കറക്റ്റായിട്ട് ആ ജനറൽ മെഷേഴ്സ് വെച്ച് നടന്നില്ലെങ്കിൽ അഡ്വാൻസ് മെഷേഴ്സിലേക്ക് പോവുക, സക്ഷൻ ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീഡിയാട്രിഷ്യൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ 1 മിനിറ്റ് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കോൺസിക്വൻസ് കുഞ്ഞുങ്ങൾക്ക് ഏർലി കോൺസിക്വൻസസും ഉണ്ട്, ലേറ്റ് കോൺസിക്വൻസസും ഉണ്ട്. ഏത് വേണമെങ്കിലും വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എത്ര ഇൻറ്റൻസിറ്റി ആണ് ആ ഒരു ഓക്സിജൻ കിട്ടാനുള്ള സമയം എടുത്തത് എന്നുള്ളതനുസരിച്ചിരിക്കും. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ ഈ കുട്ടികൾ കരയുന്ന സമയത്ത് മുതിർന്നൊരാൾ കരയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണീര് വരും. ജനിച്ചു വീണ കുട്ടി അല്ലെങ്കിൽ
ഒരു 1-2 മാസമുള്ള കുട്ടിക്ക് കരയുമ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വരുമോ? ഇല്ല. ടിയർ ഡക്ട്സും അതുപോലെ ലാക്രിമൽ ഡക്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ജനിക്കുന്ന ഉടനെ കുഞ്ഞുങ്ങളിൽ കണ്ണുനീര് കാണാറില്ല, കാരണം ടിയർ പ്രൊഡക്ഷൻ ടേക്സ് ടൈം. പക്ഷേ ചില കുട്ടികളിൽ ഈ കണ്ണുനീർ ഗ്രന്ഥിയിൽ ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ, അതായത് നേസോ ലാക്രിമൽ ഡക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, അതിനൊക്കെ ബ്ലോക്കുകൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന വാട്ടറി ഐസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിൽ ഒരു 6 മാസമെങ്കിലും എടുക്കും പൂർണ്ണമായിട്ടും കരയുമ്പോൾ കണ്ണുനീരായിട്ട് വന്നു തുടങ്ങാനായിട്ട്. പക്ഷേ അതിലും മുന്നേ ഒക്കെ കണ്ണുനീര് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്. ന്യൂ ബോൺസിലുള്ള, അതായത് 28 ദിവസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം വാട്ടറി ഐസ് വരുന്നെങ്കിൽ അത് ഈ നേസോലാക്രിമൽ ഡക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്ന കണ്ണുനീരാണ്. അത് കണ്ണുനീരല്ല, ഒരു വാട്ടറി ഐസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ 28 വയസ്സ് വരെ കുട്ടി കരയുമ്പോൾ കണ്ണീന്ന് കണ്ണുനീരില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. അതെ, ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ യൂട്രസിലുള്ള സമയത്ത് പൂർണ്ണമായിട്ടും ഉറങ്ങുകയാണോ ഈ ഇത്രയും കാലഘട്ടം മൊത്തം? അല്ലല്ല, അവർക്കൊരു ഇൻസൈഡ് വൂംബ് ലൈഫ് തന്നെ ഉണ്ട്. ആ ലൈഫിൽ അവർ കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് പഠനങ്ങൾ പറയാറുണ്ട്, സൈക്കോളജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ അവർ ആ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ യൂട്രസിനകത്തെ വെള്ളം കുടിച്ച് അതിൽ വഴിയുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് വളർന്ന് അതിനെ യൂറിനേറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും ആ യൂറിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻസൈഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് പ്യൂരിഫൈഡ് ആയി അതിൽ നിന്ന് ടോക്സിൻ സബ്സ്റ്റൻസസ് എല്ലാം അമ്മയുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റഡ് ആയിട്ട് മാറുകയും അതിൽ വഴി ന്യൂട്രിയൻസ് വീണ്ടും ആഡ് ഓൺ ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സ് വഴിയാണ് അവർക്ക് ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത്. ഇതിനിടയ്ക്ക് കിക്കിംഗ് ഉണ്ടാവും, പിന്നെ റോളിംഗ് കാണും. അതൊക്കെയാണ് ഈ പുക്കിൾ കുടി കുരുങ്ങുക എന്നൊക്കെ പറയത്തില്ലേ, ഇവർ ഈ അടങ്ങിയിരിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അകത്ത്. പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യും, മദറിൻ്റെ സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട് എന്ന് അമ്മമാർ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അമ്മ വിശന്നിരിക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇറിറ്റബിൾ ആവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഉറങ്ങുക മാത്രമല്ല ചെയ്യുന്നത്. അപ്പം ശരിക്കും ഒരു മനുഷ്യൻ ഉറങ്ങി എണീക്കുന്ന പോലൊരു ജീവിതം ഈ യൂട്രസിനുള്ളിലുണ്ടോ കുട്ടിക്ക്? ഉറങ്ങി എണീക്കുന്ന ഒരു റിതമില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നാപ്പിലേക്ക് പോവാം, എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം. പിന്നെ വേണ്ട സമയത്ത് കിക്ക് ചെയ്യും. അവർക്ക് മൂവ്മെൻറ്റ്സ് നടക്കുന്ന സമയത്ത് അവർ റോൾ ഓൺ ചെയ്യും. അങ്ങനെ എല്ലാം ആ ഒരു ഫ്ലൂയിഡിനകത്ത് വരുന്ന ഡൈനാമിക്സ് ആണ്, അല്ലാതെ അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളും അല്ല. കാര്യം ഈ വെള്ളി നക്ഷത്രം സിനിമ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കൊച്ചുനാളിൽ ഈ വെള്ളി നക്ഷത്ര സിനിമയിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാമെന്ന് പറഞ്ഞ് വയറ്റിൽ ചെവി വെക്കുമ്പം കുട്ടി കരയുന്ന പോലെ നമുക്ക് കേൾക്കാം. അപ്പം ശരിക്കും അങ്ങനെ കുട്ടി വയറ്റിനുള്ളിൽ യൂട്രസിനുള്ളിൽ കരയുന്നുണ്ടോ? ഇല്ലില്ല, യൂട്രസിനുള്ളിൽ കുഞ്ഞ് കരയുന്നില്ല. അത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ട് ഉണ്ടാവുന്നതാണ്, അല്ലാതെ കുഞ്ഞു യൂട്രസിനകത്ത് കരയുന്നില്ല. ബാക്കി മസിൽ മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട്, സ്വോളോയിങ് നടക്കുന്നുണ്ട്, യൂറിനേഷൻ നടക്കുന്നുണ്ട്. മോഷൻ മാത്രം പോകത്തില്ല. പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്, കാരണം ഉള്ളിൽ മെക്കോണിയം പാസ് ചെയ്യുക അല്ലെങ്കിൽ മഷി കളയുക എന്നുള്ളത് നമുക്ക് ടെൻഷനുള്ള കാര്യമാണ്. അത് ടേം ആവുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ശബ്ദം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. യൂറിൻ പോവല്ലേ? യൂറിൻ പോവും. യൂറിൻ പോയാണ് ഇത് സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നത്. അത് തന്നെയാണ് കുഞ്ഞ് സോളോ ചെയ്ത് എടുക്കുന്നത്. മൂത്രം കുടിക്കുക എന്നാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ റീൽസിലൊക്കെ കണ്ട് പേരൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇങ്ങനെ കണ്ടു യൂട്യൂബിനകത്ത് കുഞ്ഞ് മൂത്രമാണ് കുടിക്കുന്നത്. യെസ്, മൂത്രം തന്നെയാണ് കുടിക്കുന്നത്. കുഞ്ഞ് ആ ആംനിയോട്ടിക് ഫ്ലൂയിഡ് വയറ്റിലേക്ക് എടുത്ത് അതുവഴിയുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് മൂത്രമായിട്ട് കളയുകയാണ്. അതുവഴിയാണ് ആ എക്സ്ക്രീഷനും നടക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുന്ന സ്ട്രെച്ച് ചെയ്യുക, അപ്പം ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവുക, കോട്ടുക വിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടി വയറ്റിനുള്ളിൽ ചെയ്യാറുണ്ടോ? യെസ്, യോൺ ചെയ്യാറുണ്ട്. യോൺ ചെയ്യുന്നതൊക്കെ കുഞ്ഞ് വാ തുറക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അത് സ്കാനിലൊക്കെ ചിലപ്പോൾ 4D സ്കാനിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞ് കണ്ണ് തുറക്കുന്നത് പോലെ കാണും, വാ തുറക്കുന്നത് പോലെ കാണും. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മസിൽ ഉള്ള സ്ഥലങ്ങളിലെ എല്ലാ മൂവ്മെൻറ്റ്സും കുഞ്ഞ് ചെയ്യുന്നുണ്ട്. സെൻസറി മൂവ്മെൻറ്റ്സ് ആണ് നടക്കാത്തത്. അതായത് ഐ പെർസെപ്ഷൻ നടക്കുന്നില്ല, ശബ്ദം ഉണ്ടാക്കുന്നില്ല, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നതും സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ എക്സ്റ്റെൻസർ മസിൽസും ഫ്ലെക്സർ മസിൽസും, ഇപ്പോൾ വലിയ ആൾക്കാരായ നമുക്ക് പോലും അതിൻ്റെ ഒരു റിലാക്സേഷനാണ്. അതേ സെയിം തിങ് തന്നെ ഇവർ കാലിട്ട് അടിക്കുമ്പോൾ അവരുടെ കാലിലെ ടോൺ, മസിൽ ടോൺ അവർ നോക്കുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡ് വെച്ച് ഫിസ്റ്റ് വെച്ച് ഇങ്ങനെ ഫിസ്റ്റ് ഈ മൂവ്മെൻ്റ് ആണ്. അതായത് കൈ എപ്പോഴും അവർ ചുരുട്ടി പിടിച്ചാൽ വെച്ചേക്കുക, അത് തുറക്കുന്നു, അത് അടയ്ക്കുന്നു, അത് വെച്ച് കിക്ക് ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവരുടെ മസിൽ മൂവ്മെൻറ്റ്സ് ആണ്. ശരിക്കും ഇതൊക്കെ ഒരു സ്കാനിലൂടെ ഇതൊക്കെ നമുക്ക് വിഷ്വലായിട്ട് കാണാൻ കഴിയുമല്ലേ?
പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ 4D സ്കാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം തന്നെ ഉണ്ട്. നമുക്ക് കുഞ്ഞിനെ ആക്ച്വലി ഒരു റിയൽ കുഞ്ഞു പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു 5-5 മാസത്തിന് അനോമലി സ്കാനൊക്കെ കഴിഞ്ഞാലും പേരൻസ് പലപ്പോഴും ഈ ഒരു CD ആവശ്യപ്പെടാറുണ്ട്, അവർ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. നല്ല പോലെ തന്നെ കുഞ്ഞിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും കാണാൻ ഭയങ്കര സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു സ്കാനാണത്. പക്ഷേ എത്ര മാസം ആവുമ്പോഴാണ് നമുക്ക് കുട്ടിയുടെ ജെൻഡർ മനസ്സിലാവുന്നത് ആസ് എ ഡോക്ടറിന്? അത് ജെൻഡർ റിവീൽ ചെയ്യാൻ പാടില്ലെന്നാണ്, എന്നാലും നമ്മൾ നോക്കുന്നത്, അതായത് ഓർഗൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്കൊരു 5 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് പറ്റും. ഡോക്ടറിന് മനസ്സിലാവും. മനസ്സിലാവും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ ജെനൈറ്റൽ ഏരിയയിലേക്ക് നോക്കുന്ന ഈ വേറെയും പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവർ കാലടക്കി ഇവരുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫ്ലെക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരു റൗണ്ടായിട്ടാണ് ഇവർ ഇരിക്കുക. കാല് നെഞ്ചത്തോട് വെച്ച് തല കാലിൻ്റെ അടുത്തേക്ക്, നമ്മളിങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ കാല് കെട്ടിപ്പിടിച്ച് വെക്കില്ലേ, അങ്ങനെയാണ് ഇവർ ബൂമ്പിനകത്ത് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലിനിടയ്ക്കുള്ള ഒരു ഭാഗം ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജെൻഡർ ചിലപ്പം റിവീൽഡ് ആവില്ല. ഇന്ത്യയിൽ ഒട്ടുമേ അങ്ങനെ നമ്മൾ നോക്കാത്തത് കൊണ്ട് അങ്ങനെ കാണാനും പറ്റിയെന്ന് വരില്ല. പിന്നെ അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ എന്തായാലും റേഡിയോളജിസ്റ്റിന് മനസ്സിലാവും കേട്ടോ, ഏതാ ജെൻഡർന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അവിടെ ആക്ട് പ്രകാരം അത് പറഞ്ഞുകൂടാന്നുള്ളതേ ഉള്ളൂ. ആണ് കാര്യം. ഞാനിപ്പോൾ കാനഡയിലുള്ളത്, ഇവിടെ ജെൻഡർ റിവീൽ ചെയ്യാനുള്ള നിയമമുണ്ട്. ഓക്കെ അത് പുറത്തെല്ലാ കൺട്രീസിലും എനിക്ക് തോന്നുന്നു, കുറേ കൺട്രീസിലെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ഇൻഫൻറ്റിസൈഡ് ഫീറ്റിസൈഡ് എന്നൊക്കെ പറഞ്ഞ അളവ് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം ബോയ് ഗേൾ ആ ഒരു ജെൻഡർ ഡിസ്പാരിറ്റിയേ ഇല്ല, അവർക്ക് ഏതാണെങ്കിലും സന്തോഷമാണ്. പക്ഷെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പ്രൊഫസേഴ്സൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഒരു ഫീമെയിൽ ബേബി എന്ന് പറയുമ്പോഴത്തേക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അതിനെ വേണ്ട ഒരു ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി മെയിലാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി ഫീമെയിൽസ് ആണ്. എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇന്ത്യയിൽ ആ നിയമം വരുമായിരിക്കും, ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റുമെന്നുള്ള നിയമം. എനിക്കും തോന്നുന്നുണ്ട്. കാരണം അതിപ്പോൾ കുറേ പേര് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോയി, ഇപ്പം പലരുടെയും ഹസ്ബൻഡ്സ് ഒക്കെ പുറത്താണ്, അവർ പോയി അവിടെ ചെയ്തിട്ട് അവർ ജെൻഡർ അറിയുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ആൻഡ് ബൈ വരും, നമ്മളുടെ ആ കൺസെപ്റ്റ് മാറുന്നതനുസരിച്ച് വരും. ഓക്കെ, ഒരു കുട്ടിയെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ എത്ര മണിക്കൂറുകൾ വളരെ ക്രൂഷ്യലായിരിക്കും? അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്. പക്ഷെ ആ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറയും. അതിലെന്ത് സംഭവിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ചേഞ്ച് ഓഫ് കോഴ്സ് വരാം. അതായത് നോർമലി വന്ന് കരഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂറിനകം കുഞ്ഞിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാവും. അതായത് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിൽ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം. ചില കുട്ടികൾക്ക് ഷുഗർ കുറഞ്ഞു പോകാം ആദ്യത്തെ 1 മണിക്കൂറിൽ, ചില കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ ഡെവലപ്പ് ചെയ്യാം ആദ്യത്തെ മണിക്കൂറുകളിൽ. അത് ഇന്ന മണിക്കൂറുകൾ എന്ന് പറയാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഒബ്സർവേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിലൊക്കെ ഒരു 4 മണിക്കൂറാണ് ഒബ്സർവേഷൻ പീരീഡ് വെക്കുക. അതായത് ബേബി കരഞ്ഞു, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നിലവിൽ അങ്ങനെ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസങ്ങളോ ഹാർട്ട് ബീറ്റിന് വ്യത്യാസങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വരെ ബേബി ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുഞ്ഞിനെ അമ്മയുടെയോ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയോ അടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് സിസേറിയനോ വല്ലതും ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓപ്പിലൊന്നും കുഞ്ഞിനെ ചിലപ്പോൾ വെക്കാനുള്ള സൗകര്യങ്ങൾ കാണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കുറച്ചും കൂടെ NICUവിൽ ഒബ്സർവേഷനായിട്ട് വെക്കാറുണ്ട്. എന്താണ് NICU എന്ന് പറയുന്നത്? നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ളവർ ചോദിക്കുക എന്ത് ചെയ്യുകയാണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ നേരത്തെ പീഡിയാട്രീഷ്യൻ എന്ന് പറയുമായിരുന്നു. ഇപ്പം ഈ നിയോനേറ്റോളജിസ്റ്റ് ആയ പിന്നെ നിയോനേറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഒന്ന് ആലോചിക്കും, ചോദിക്കണോ എന്താണ് എന്ന് ചോദിക്കണോ. ആർക്കും ആ ഒരു വാക്കിനെക്കുറിച്ച് വളരെ ഒരു പോപ്പുലാരിറ്റി ഇല്ല. നിയോനേറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറിലുള്ള ന്യൂ ബോൺസിനെ നോക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. പീഡിയാട്രിക്സ് കഴിഞ്ഞ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ കിടത്തുന്ന ICU ആണ് നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ NICU. ഇനി
സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ട്. അതായത് ന്യൂ ബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അത് കുഞ്ഞ് ഹോസ്പിറ്റലുകൾ, പിന്നെ ICU സെറ്റപ്പ് ഇല്ലാത്ത ഹോസ്പിറ്റലിൽ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഈ അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി പിള്ളേരെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ഥലം. ഫീഡ് കൊടുക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, ഷുഗർ നോക്കുന്നു, അത്രയും മാത്രം ചെയ്യുന്ന സ്ഥലം. NICUവിൽ തന്നെ പല ലെവലുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഉണ്ട്. ലെവൽ 3 എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളുള്ള NICU. അതായത് വെൻറ്റിലേറ്റർ ഉണ്ടാവും, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡീൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ നമ്മളുടെ പോസ്റ്റ് സർജിക്കൽ ബേബീസ്, അത് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സർജറികളുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള സ്റ്റെബിലൈസേഷൻ. പിന്നെ ഈ പറഞ്ഞ വൈറ്റൽ മെഡിസിൻസ്, എമർജൻസി മെഡിസിൻസ് ഉള്ള സ്ഥലം. ഇതെല്ലാമാണ് ടേർഷ്യറി കെയറിനകത്ത് വരുന്നത്. അപ്പം ബേസിക്കലി ബേബിയുടെ ആവശ്യം അനുസരിച്ച് ബേബിയെ കേറ്റർ ചെയ്യുന്ന ICU, അതാണ് NICU. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുന്ന പോലെ, ശരിക്കുമുള്ള നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന പോലത്തെ ഒരു ലോകം ഈ കുട്ടിയുടെ കണ്ണിലൂടെ കാണാൻ കഴിയുമോ? ഇല്ല, അതിന് കുറച്ച് സമയമെടുക്കും. ആദ്യത്തെ ഒരു 3 months വരെയൊക്കെ കുഞ്ഞിനൊരു ബ്ലേർഡ് വിഷനാണ് ഉണ്ടാവുക. അതിലും റെഡ് കളേഴ്സിനോട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ ട്രാൻസിഷൻ വരിക. ഇനീഷ്യലി റെഡ് കളേഴ്സാണ് കുഞ്ഞ് കണ്ടു തുടങ്ങുന്നത്. അത് കഴിഞ്ഞൊരു 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കറക്റ്റായിട്ട് കാണാം. അതുവരെ ഒരു ഏകദേശം രൂപം കാണാം, പക്ഷെ അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണാനൊന്നും പറ്റത്തില്ല. 6 months കൂടി കുഞ്ഞിന് കറക്റ്റായിട്ട് കുഞ്ഞിന് നോക്കേണ്ട സ്ഥലത്തേക്ക് കണ്ണ് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് വളരെ ക്യൂരിയസ് ആയിട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ OP വന്നിട്ട് ഇങ്ങനെ അമ്മമാർ പറയും, എൻ്റെ കുഞ്ഞിന് കോങ്കണ്ണുണ്ടെന്ന് പറയുന്നു ഡോക്ടറെ, നോക്കണം, കാരണം കുഞ്ഞ് ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഒരു കണ്ണ് അകത്തേക്കും ഒരു കണ്ണ് സൈഡിലേക്കും വരാറുണ്ട്, കോങ്കണ്ണാണെന്ന് തോന്നുന്നു എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് ഫിസിയോളജിക്കൽ നിസ്റ്റാഗ്മസ്, അഥവാ നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഐബോൾ ഫിക്സേഷൻ വരുന്നത് വരെ കാണുന്ന ഒരു കാര്യമാണ്. അത് കോങ്കണ്ണല്ല. പിന്നെ പയ്യെ 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ഒരു സ്ഥലത്തേക്ക് തന്നെ ഫിക്സ് ചെയ്ത് തുടങ്ങും. അമ്മയെ തിരിച്ചറിയുന്നതൊക്കെ എത്രാമത്തെ ദിവസം തൊട്ടായിരിക്കും? ഒരു 3 മാസം തൊട്ട് കറക്റ്റായിട്ട് നമുക്ക് അമ്മയെ തിരിച്ചറിയാം. അമ്മയെ തിരിച്ചറിയുന്നത് ഒരു വേറെ ഫീലിംഗ് ആണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് വെച്ച് മാത്രമല്ല, ഒന്ന് നമ്മുടെ പാലിൻ്റെ മണം, ടച്ച്, പിന്നെ കുഞ്ഞ് ഏറ്റവും യൂസ്ഡ് ആയിട്ടുള്ള സ്മെല്ല്, ടച്ച്, വോയിസ് എല്ലാം അമ്മയുടെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നിഷൻ ടൈം 3 months ആണ്. റെക്കഗ്നൈസസ് മദർ എന്ന് പറയുന്നത്. അതായത് ബൈ വിഷൻ കുട്ടിക്ക് കാണാൻ കഴിയുന്നത് 3 മാസമാണെങ്കിലും ബൈ ഫീല്, ടച്ച് എല്ലാം നമുക്ക് ആദ്യം മുതലേ കുട്ടിക്ക് മനസ്സിലാവും. അമ്മ ഐഡൻറ്റിഫൈ, ഫെമിലിയറൈസേഷനാണ്, സെൻസസിൻ്റെ ഫെമിലിയറൈസേഷനാണ്. കുട്ടിക്കപ്പോൾ ഉള്ളിനുള്ളിൽ എന്താണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗാർഡിയൻ എന്നൊരു ഫീൽ ആയിരിക്കും കുട്ടിക്കപ്പോൾ ഉള്ളത്? ഡെഫിനറ്റ്ലി അമ്മയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ ഗോ ടു പ്ലേസ്. കുഞ്ഞിന് എപ്പോഴും ആ ഒരു മണം, പാലിൻ്റെ മണം, ആ ടച്ച്, അതൊരു ഭയങ്കര ഒരു എന്താ പറയുക ബെഡ് ഫീലിംഗ് ആണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 8 months ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഡെവലപ്പ് ചെയ്യും. അതുവരെ കുഞ്ഞിനെ ആര് കളിപ്പിച്ചാലും കുഞ്ഞ് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും, അമ്മ റെക്കഗ്നൈസ് ചെയ്താലും. പക്ഷേ 8 മാസത്തിന് ശേഷം കുഞ്ഞിനൊരു സെപ്പറേഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആങ്സൈറ്റി വരും. അമ്മയുടെ അടുത്തുനിന്ന് എത്ര ദൂരം മാറുന്നോ അപ്പോഴത്തേക്കും കുഞ്ഞ് പാനിക് ആവാൻ തുടങ്ങും. അതാണ് വേറെ ആരെങ്കിലും എടുക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് അറിയാം ഇത് വീട്ടിലെ ആളല്ല, എന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആളല്ല എന്ന്. അതാണ് അമ്മയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബോണ്ടിങ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് യൂട്രസ് അല്ലേ? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. പ്രത്യേകിച്ച് ഒരു എഫേർട്ടും നമ്മൾ ഇടണ്ട, നമുക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അമ്മ കഴിക്കുന്നു, അതിൻ്റെ ഭാഗം നമുക്ക് കിട്ടുന്നു. പക്ഷേ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് വേൾഡ് ആയിരിക്കും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അതും ഓരോ കുട്ടിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും എന്ന് തോന്നുന്നു. അവർക്ക് പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെ കൺസേൺഡ് ആണ് പല പല കാര്യങ്ങൾക്ക്. കുട്ടി വളരുന്നുണ്ടോ, നീളം വെക്കുന്നുണ്ടോ, എന്താണ് കുട്ടിയുടെ വെയ്റ്റിനെ സംബന്ധിച്ച്. പക്ഷേ ശരിക്കും ഒരു കുട്ടിയുടെ ഗ്രോത്തിന് വേണ്ട ക്രൈറ്റീരിയസ് അതാണോ, അതോ വേറെ എന്തെങ്കിലും മൈൽ സ്റ്റോണുകൾ ഉണ്ടോ ഒരു കുട്ടിയുടെ ഗ്രോത്ത് നിർണ്ണയിക്കാൻ വേണ്ടി? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ OP പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് ഈ വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ പറയും കുഞ്ഞു മെലിഞ്ഞിരിക്കുന്നു,
കുഞ്ഞ് നീണ്ടിരിക്കുന്നു, കുഞ്ഞ് അതിന് അത്യാവശ്യം ഇച്ചിരി വണ്ണമുള്ള കുഞ്ഞാണെങ്കിൽ പറയും കഴുത്തിടുങ്ങിയിരിക്കുന്നു. അപ്പം ഈ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയ്റ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, അതായത് തലയുടെ വ്യാസം, ഇത് വെച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് ചാർട്ട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗ്രോത്ത് ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് പേഴ്സണൽ, അതായത് ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പേഴ്സണൽ, അതിപ്പോൾ ആശാ വർക്കർ ആവാം, JPHN ആവാം, ഇവരെ എല്ലാവരെയും നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ട്രെയിൻ ചെയ്യുന്ന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചാർട്ട്സ് ഉണ്ട്. ബോയ്സിനും ഗേൾസിനും വേറെ ചാർട്ട്സ് ഉണ്ട്. ഇനി ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് ചാർട്ട്സ്, അതായത് വയറ്റിനുള്ളിലെ വളർച്ച അറിയാനുള്ള ചാർട്ട്സ് ഉണ്ട്. അതുപോലെ എക്സ്ട്രാ യൂട്രൈൻ ഗ്രോത്ത് ചാർട്ട്സ് ഉണ്ട്. അങ്ങനെ ഗ്രോത്ത് ചാർട്ട്സ് ഒട്ടനവധി ഗ്രോത്ത് ചാർട്ട്സ് ഉണ്ട്. അത് വെച്ച് നമ്മളുടെ ആന്ത്രോപ്പോമെട്രി അഥവാ പുറത്തേക്കുള്ള കുഞ്ഞിൻ്റെ വളർച്ച നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഹൈറ്റല്ല ലെങ്ത് എന്നാണ് പറയുന്നത് 1 വയസ്സ് വരെ. അപ്പം ലെങ്ത് പ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഹെഡ് സർക്കംഫറൻസ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്, വെയിറ്റ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ അതൊരു 10th സെൻറ്റൈലിന് താഴെ ഈ സെൻറ്റൈൽസ്, ഈ ഗ്രോത്ത് ചാർട്ട്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? നമ്മളുടെ പോപ്പുലേഷനിലെ ആവറേജ് ആയിട്ടുള്ള വെയിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ലെങ്ത് എടുത്തിട്ട് ഹെഡ് സർക്കംഫറൻസ് എടുത്തിട്ട് അതിൻ്റെ ഡീവിയേഷൻസ് ആണ് നമ്മളുടെ ആ ഒരു ഗ്രോത്ത് ചാർട്ട്സിൽ വരുന്നത്. അപ്പം 10%, 100 കുട്ടികളെടുത്താൽ അതിൽ 10% താഴെയാണ് വെയിറ്റ് ഫോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മാൽനറിഷ്ഡ് ആണെന്നുള്ള ക്രൈറ്റീരിയ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രോത്ത് ചാർട്ട്സ് അവൈലബിൾ ആകുമ്പോൾ അതിൽ പ്ലോട്ട് ചെയ്ത് മാത്രമേ കുഞ്ഞ് വളരുന്നുണ്ടോ, കുഞ്ഞിന് നീളം വയ്ക്കുന്നുണ്ടോ, കുഞ്ഞിൻ്റെ തലയുടെ വ്യാസം വളരുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതൊരു മാനദണ്ഡം, അതാണ് ഫിസിക്കൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ്. നമ്മൾ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മയിൽക്കുറ്റികൾ ഓരോ പ്രായത്തിലും കുഞ്ഞ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതിന് ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നടക്കുന്നുണ്ടോ, കമിഴ്ന്ന് വീഴുന്നുണ്ടോ, തല ഉറയ്ക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺ. ഫൈൻ മോട്ടോർ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കൈ പിടിക്കുന്നുണ്ടോ, സ്പൂൺ പിടിക്കാൻ റെഡി ആയിട്ടുണ്ടോ, പെൻസിൽ പിടിക്കാൻ ഈ പിൻസർ ഗ്രാസ്പ് എന്ന് പറയും, ഇങ്ങനെ കൈ ഇങ്ങനെ ഒട്ടിച്ച് പിടിക്കുന്ന അതുണ്ടോ, കോർട്ടിക്കലായിട്ടുള്ള കുഞ്ഞിന് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഇതെല്ലാമാണ് ഫൈൻ മോട്ടോർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഓഡിയോ വിഷ്വൽ, കുഞ്ഞ് സൗണ്ടിനോട് തിരിയുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, കളിപ്പാട്ടങ്ങൾ കാണിക്കുമ്പോൾ നോക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ സോഷ്യൽ മൈൽ സ്റ്റോൺസ്, ഈ 4 കാറ്റഗറി ആയിട്ട്. സോഷ്യൽ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സോഷ്യൽ സ്മൈൽ, കുഞ്ഞുങ്ങൾ നോക്കി ചിരിക്കുക, പിന്നെ റെക്കഗ്നീഷൻ ഓഫ് മദർ, പിന്നെ കുഞ്ഞ് ബാക്കിയുള്ള കുട്ടികളോട് കളിക്കുന്ന പ്രായം, റെസ്പോണ്ട് ചെയ്യുന്ന പ്രായം, ഇതിനെയൊക്കെയാണ് സോഷ്യൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻറ്റ് മാനദണ്ഡമാണ്. 3 മാസത്തിൽ ഇപ്പം എനിക്ക് വെയിറ്റ് ശരിയാണ്, ഹൈറ്റ് ശരിയാണ്, തലയുടെ വ്യാസം ശരിയാണ്, പക്ഷേ കുഞ്ഞ് തല ഉറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ഓരോ മൈൽ സ്റ്റോൺസും ഇന്ന മാസത്തിൽ ഇന്നതൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള മൈൽ സ്റ്റോൺസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി വെച്ച് മാത്രമേ ഒരു സം ടോട്ടൽ ഡെവലപ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് ആ മൈൽ സ്റ്റോൺസ്? ആ ഏജ് വൈസ് ആയിട്ട് പറയാൻ പറ്റുമോ? യെസ്, പറയാൻ പറ്റും. അത് ഓരോ മാസത്തിലെയും വളരെ ഇൻട്രിക്കേറ്റ് ആണ്. എന്നാലും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തോടു കൂടി, ഗ്രോസ് മോട്ടോറിലാണെങ്കിൽ 3 മാസത്തോടു കൂടി കുഞ്ഞ് തല ഉറപ്പിച്ച് തുടങ്ങും. അതായത് കുഞ്ഞിനെ നൂത്തെടുത്ത് കഴിഞ്ഞാൽ ആട്ടം കുറച്ചൊന്ന് കുറയും, കുഞ്ഞ് തല ഹോൾഡ് ചെയ്യുന്നത് പോലെ തോന്നും. ഒരു 5 മാസത്തോടു കൂടി കുഞ്ഞിൻ്റെ തല ഉറച്ചത് കംപ്ലീറ്റ് ആവും, പിന്നെ ആ ചെറിയ ആട്ടം പോലും കാണില്ല. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് കമിഴ്ന്ന് വീഴാൻ തുടങ്ങും. ആദ്യം നേരയിൽ നിന്ന് കമിഴ്ന്ന് വീഴും, പിന്നെ കമിഴ്ന്ന് കിടക്കുന്നതിൽ നിന്ന് നേരെ വീഴും. അപ്പോൾ ആദ്യം നേരെ ഇങ്ങനെ കമിഴ്ന്നിട്ടാണ് പിന്നെ തിരിച്ച് കമിഴുന്നത്. അത് പിന്നെ ഒരു 8 മാസത്തോടെയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ട്രൈപോഡ് സിറ്റിംഗ് എന്ന് പറയും. ട്രൈപോഡ് അറിയാമല്ലോ, നമ്മുടെ ക്യാമറയുടെ ട്രൈപോഡ്. അതുപോലെ കുഞ്ഞ് ഫ്രണ്ടിലേക്ക് കൈ വെച്ചിട്ട് ബാക്കിലേക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കും. സാധാരണ എല്ലാ പോസ്റ്ററിലുള്ള ബേബിയുടെ ഫോട്ടോ പോലെ. യെസ്, അതുപോലെ അത് സപ്പോർട്ട് വെച്ചാണ് കുഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 10 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് സപ്പോർട്ട് ഇല്ലാതിരിക്കാൻ തുടങ്ങും. ഇതിനിടയ്ക്കൊരു മൈൽ സ്റ്റോൺ ഉണ്ട്, നമ്മുടെ ക്രോളിംഗ് അഥവാ ക്രീപ്പിംഗ്. നമ്മുടെ ഈ കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ ഇഴയാന്ന് പറയത്തില്ലേ, ആദ്യം ക്രോളിംഗ് ആണ് നടക്കുന്നത്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോൾജേഴ്സ് അതിർത്തിയിൽ ഇങ്ങനെ പോകുന്നതിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് മുട്ട് പയ്യെ ദേഹം മുട്ടിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് ദേഹം പയ്യെ പൊക്കിയിട്ട് നടക്കുന്നതിന്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു വയസ്സോടുകൂടി കുഞ്ഞ് എണീറ്റ് നിന്ന് 2 സ്റ്റെപ്പൊക്കെ നടക്കാനുള്ള പ്രായം.
അതേസമയം ഫൈൻ മോട്ടോറുണ്ട്. ഫൈൻ മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും 3 മാസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ കുഞ്ഞ് ഒരു കൈ വെച്ച് ഫ്രണ്ടിലേക്കുള്ള കാര്യങ്ങൾ പിടിക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഈ ഒരു കളിപ്പാട്ടം എല്ലാം തൂക്കിയിട്ടാൽ ഒരു കൈ വെച്ച് പിടിക്കാൻ ശ്രമിക്കും. പിന്നെ അത് 2 കൈ വെച്ച് പിടിക്കാൻ ശ്രമിക്കും ഒരു 5-6 മാസം. 6 മാസം കഴിഞ്ഞ് നമ്മുടെ ഈ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് എല്ലാ സാധനങ്ങളും താഴെ നിന്ന് കൈവച്ച് പിടിക്കാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കും. ഇങ്ങനെ കൊണ്ടുവരാൻ, വായിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി. അത് കഴിഞ്ഞ് കുഞ്ഞ് പതുക്കെ കുഞ്ഞു കാര്യങ്ങൾ, ആ ഒരു ഡെവലപ്മെൻറ്റ്, ഈ ശരിക്കും പറഞ്ഞ ഡെവലപ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് നാച്ചുറലായിട്ടൊരു യൂണിവേഴ്സ് വളരെയധികം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രോഗ്രഷനാണെന്ന് മനസ്സിലാവും. ഒരു 8-9 മാസമൊക്കെ കുഞ്ഞു കാര്യങ്ങൾ, താഴെ നിന്നുള്ള പെബിൾസ്, ഈ ബട്ടൺസ്, ഈ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള പിൻസർ ഗ്രാസ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഡെവലപ്മെൻറ്റ് കറക്റ്റാവും. പിന്നെ ഒരു വയസ്സോടുകൂടി സ്പൂൺ എടുത്ത് കറക്റ്റായിട്ട് വായിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കോർഡിനേഷനും ഡെവലപ്പാവും. ഇതാ എവല്യൂഷൻ വളരെ മനോഹരമായാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം എന്നാണ്, പക്ഷേ ഞാൻ പറയുന്ന ആ യൂണിവേഴ്സൽ പവർ അത് കറക്റ്റായിട്ട്. അതുപോലെ സോഷ്യൽ മൈൽ സ്റ്റോണിൽ പിന്നെ വരുന്നതാണ് അമ്മേനെ തിരിച്ചറിയുന്നു. അത് കഴിഞ്ഞൊരു 6 മാസമൊക്കെ ആകുമ്പം എല്ലാവരെയും കണ്ട് മനസ്സിലാക്കുന്നു. ഒരു 8 മാസം ആകുമ്പം മമ്മ, ബബ്ബ അങ്ങനെയുള്ള കുഞ്ഞു സൗണ്ടുകൾ, മോണോ സിലബിൾസ് എന്ന് പറയും, അതുണ്ടാക്കുന്നു. അതിന് മുന്നേ കൂയിങ് സൗണ്ട്സ് എന്നൊക്കെ പറയും. അതൊരു 5 മാസത്തോടു കൂടി നമ്മളെന്തെങ്കിലും കുഞ്ഞിനെ കളിപ്പിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗഗു ഗൂഗു എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ടുകളുണ്ടല്ലോ, ജാർഗൺ സ്പീച്ച് എന്നാണ് പറയുന്നത്. അത് കുഞ്ഞ് കൂ ഗ ഗൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കുഞ്ഞ് പുറപ്പെടുവിക്കും. അപ്പോൾ 1 വയസ്സോട് കൂടി കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ, ഞാൻ പേരൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്കാണ്. കുഞ്ഞ് എണീറ്റ് നിന്ന് കേക്ക് മുറിക്കാനുള്ള ഒരു സ്പൂൺ പിടിക്കാനുള്ള ഒരു ഡെവലപ്മെൻ്റ് ആവും. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ 2 വേർഡ്സ് അടുപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ, മീനിങ് ഉണ്ടാവാം, മീനിങ് ഇല്ലാതെ ആവാം. അമ്മ താ, വെള്ളം താ, അങ്ങനെയൊക്കെയുള്ള 2 വേർഡ്സ് പറയാനുള്ള ഒരു കഴിവ് 1 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. പക്ഷെ സ്ട്രിക്റ്റായിട്ട് 1 വയസ്സ് ബർത്ത്ഡേ അന്ന് ഇത്രയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിൻ്റെയൊക്കെ ഒരു ഇൻ്റർവെൽ പീരീഡ് ഉണ്ട്. നമ്മൾ പറയുന്ന 1 to 1.5 years എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, അതിനൊരു റേഞ്ച് ഉണ്ട്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഇപ്പം ആ റേഞ്ച് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അപ്പം കാണുന്നവർക്ക് മനസ്സിലാവും ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെയുള്ള ഓരോ നമ്മൾക്ക് വേണ്ട മൈൽ സ്റ്റോൺ ക്രൈറ്റീരിയാസ്. അപ്പോൾ ഈ പറഞ്ഞതിനകത്തുള്ള എൻ്റെ 2 ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആ ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോണുകൾ എത്താതിരിക്കാനുള്ള കാരണം എന്താണ്? ഇപ്പം കഴുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ കഴുത്ത് ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒരു കുട്ടിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ കഴുത്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഒരു കാരണം? ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്, കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഓരോ ശബ്ദങ്ങൾക്കും എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? ആദ്യത്തെ ചോദ്യത്തിനെ കുറിച്ച് പറയാം. ആദ്യത്തെ ചോദ്യത്തിന് ഒരു ഹ്യൂജ് റോ ഓഫ് ആൻസേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യം, കരഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, കുഞ്ഞ് കരഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ കുഞ്ഞിന് കറക്റ്റായിട്ട്, ഇതെല്ലാം ഓരോ റെഡ് ഫ്ലാഗ്സുകളാണോ? യെസ്, റെഡ് ഫ്ലാഗ്സ് ആണ്, ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ്സ് ആണ്. ഈ ഒരു റേഞ്ചിൽ കുഞ്ഞ് ഇത്രയും ഒന്നും മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആദ്യം വാർണിംഗ് ആണ് അത് തരുന്നത്. അതായത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് കുഞ്ഞ് അവിടെ എത്തിയില്ല, ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിന് ചിലപ്പം ചെറിയ കാര്യങ്ങളായ സ്റ്റിമുലേഷൻ, ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ നടത്താറുണ്ട്. അതായത് കുഞ്ഞിന് അന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് അങ്ങ് നടന്നു പോകും. അപ്പോൾ ഈ ഫസ്റ്റ് ആ ഒരു മിനിറ്റിൽ കരയാതെ വരുന്ന കുട്ടികൾക്ക് ഓക്സിജൻ സപ്ലൈ കറക്റ്റായിട്ട് ബ്രെയിനിൽ എത്തിയില്ലെങ്കിൽ ഹൈപ്പോക്സിക് ഡാമേജ് എന്ന് പറയും. ഓക്സിജൻ എത്താതെ ഉള്ള ബ്രെയിൻ സെൽസിന് ഉണ്ടാവുന്ന ഡാമേജ്. അത് കാരണമാണ് ഭാവിയിൽ ചിലപ്പോൾ ഈ സെറിബ്രൽ പാൽസി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, സെറിബ്രൽ പാൽസി, അതുപോലെ ന്യൂറോ റിഗ്രഷൻ, ഡെവലപ്മെൻറ്റിൻ്റെ സെൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന റിഗ്രഷൻ സിൻഡ്രോംസ്, പിന്നെ എപ്പിലെപ്സി, അതായത് ഫിറ്റ്സ്, സീഷർ സിൻഡ്രോംസ്, ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ കുറേ മെറ്റബോളിക് സിൻഡ്രോംസ് ഉണ്ട്, അങ്ങനെ കുറേ സിൻഡ്രോംസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, നമ്മുടെ ന്യൂറോൺസിനെയും അതുപോലെ തന്നെ മസിൽസിനെയും അഫക്റ്റ് ചെയ്യുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും.
അപ്പോൾ കഴുത്തുറയ്ക്കാത്തത് ചിലപ്പം ഈ ഒരു അങ്ങോട്ടുള്ള മസിൽ ഡെവലപ്മെൻറ്റ് കുറയുന്നതുകൊണ്ടാവാം, ചിലപ്പോൾ അങ്ങോട്ടുള്ള കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് കുറയുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ സെൻറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതും ഉണ്ടാവാം. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷനെ കാണിച്ച് കുഞ്ഞിന് ഈ മൈൽ സ്റ്റോൺ, ഇപ്പോഴത്തെ മൈൽ സ്റ്റോൺ ഓക്കെ ആണോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞ് അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺസ്. ചിലപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് 3 മാസത്തിൽ തല ഉറച്ചിട്ടുണ്ടാവും, 5 മാസം ആകുമ്പോഴും തല ഉറച്ചിട്ടുണ്ടാവും, 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഉറച്ച തലയുടെ ശക്തി കുറഞ്ഞിട്ട് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തല താഴോട്ട് തട്ടിക്കുന്നത് പോലെയൊക്കെ കാണാം. അത് ഓൾറെഡി അച്ചീവ്ഡ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് താഴോട്ട് പോകുന്ന ന്യൂറോ റിഗ്രസീവ് സിൻഡ്രോംസ് ആണ്. അതാണെങ്കിലും നമ്മൾ വോണ്ടാവണം, അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺസ് നഷ്ടപ്പെടുവാണെങ്കിൽ. രണ്ടാമത്തെ ചോദ്യം, കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ശരിക്കും അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇതിന് സയൻറ്റിഫിക് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, കുഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളും ഗാഗാ ഗൂഗു എന്നൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മളോട് കൺവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞിനെന്തോ നമ്മൾ കുഞ്ഞിനെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായി, അതിന് കുഞ്ഞ് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ്. പിന്നെ എത്ര കളിപ്പിച്ചാലും ഈ സമയത്ത് കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത മൂഡിലോ അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ കുഞ്ഞ് ഒരിക്കലും അങ്ങനെ തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യത്തില്ല. പകരം കുഞ്ഞ് നിർത്താതെ കരയുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതിന് എന്ത് മീനിങ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, കുഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കുറച്ച് ദിവസമായിട്ട് ഈ നിയോനെറ്റോളജി അല്ലെങ്കിൽ പീഡിയാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നത്. അപ്പം അതിലെനിക്ക് വന്ന 1-2 വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുട്ടി കരയുന്ന ഓരോ ശബ്ദങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. വിശക്കുമ്പോൾ ഒരു ശബ്ദം, താല്പര്യമില്ലാത്തപ്പോൾ ഒരു ശബ്ദം, ഉറങ്ങാൻ ഒരു ശബ്ദം, അങ്ങനെ പല പല ശബ്ദങ്ങൾ ഉണ്ടാക്കും എന്നാണ് വീഡിയോയിൽ കാണിച്ചത്. ഇതിനെ ക്യൂസ് എന്നാണ് പറയുന്നത്. അത് അവർ ഉദ്ദേശിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കർ ക്യൂസ്, സ്ലീപ്പിംഗ് ക്യൂസ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കർ ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആദ്യം ഒരു വിശക്കുന്ന കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ അവർക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് അവർ കുറച്ച് സൈൻസ് തരും. ഒന്ന് ബെഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തല കൊണ്ടുപോകും, അതായത് ഇവിടെ തട്ടിക്കുന്നത് അത് എന്തോ സീക്ക് ചെയ്യുന്നത് പോലെ, എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കൈ വായിലേക്ക് കൊണ്ടുവരും. മൂന്നാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പം ചെറിയൊരു കരച്ചിലും ചിണുങ്ങലും കൈ വായിൽ കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യമൊക്കെ. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ ഹങ്കർ ക്യൂസ് എപ്പോഴും ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും വിടുന്നത്. അതായത് ഈ ഫസ്റ്റോ സെക്കൻഡോ സ്റ്റേജിലോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിൽ നിർബന്ധം പിടിച്ചിട്ടുള്ള കരച്ചിലായിരിക്കും. പിന്നെ ആ സമയത്ത് പാലും കൊണ്ട് ചെന്നാൽ കുഞ്ഞ് കുടിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഏർലി ആയിട്ട് നമ്മൾ ഈ ക്യൂസ് റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ ഉറങ്ങാനുള്ള ക്യൂസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇതുപോലെ കരയും, നിർബന്ധമായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും എടുത്താലും ഒന്നും കുഞ്ഞ് ആക്റ്റീവ് ആയിരിക്കത്തില്ല, ഭയങ്കര ഇറിറ്റബിളായിട്ട് കാണിക്കും. അപ്പം കുഞ്ഞിനെ ഉറങ്ങുന്ന കണ്ണൊക്കെ മയങ്ങി വരും, ഒരു കാരണവും ഇല്ലാതെ കരയുന്ന പോലെ തോന്നും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഉറക്കി നോക്കുക. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് സ്ലീപ്പിംഗ് ക്യൂസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഡെസിഫർ ചെയ്തെടുക്കണം. നമ്മുടെ കുഞ്ഞ് കാണിക്കുന്ന സൈൻസ് ആയിരിക്കത്തില്ല അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പോയി മറ്റേ കുഞ്ഞിനെ നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞ് വേറെ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്ത്. പിന്നെ യൂറിൻ പോകുമ്പോൾ കരയും, മോഷൻ പോകുമ്പോൾ കരയും, ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ്. ബെഡ് വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞ് കരയുന്ന കുഞ്ഞിന് തണുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ പോയി നാപ്കിൻ മാറ്റാനായിട്ട് ശ്രമിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ഓക്കെ ആവും. സ്റ്റഡീസ് പറയുന്നത് ഒരു കുട്ടിക്ക് 5 വയസ്സാവുമ്പോൾ തന്നെ ഏകദേശം 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ്. അതിൽ ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു സ്റ്റഡി വന്നല്ലോ, 32 വയസ്സ് വരെ അഡോളസൻസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഫസ്റ്റ് 1000 days ഓഫ് ലൈഫിൽ കംപ്ലീറ്റ് ആവുന്നു എന്നാണ്. 5 വയസ്സിനെക്കാട്ടിയും കൂടുതൽ 1000 days എന്ന് പറഞ്ഞാൽ 365 ദിവസം. ഒരു എക്സാക്ട് എമൗണ്ട് അല്ല, കാരണം 280 days വയറ്റിനകത്ത്. അപ്പോൾ ഒരു 300 days ഇൻ വൂമ്പ്, പിന്നെ ഫസ്റ്റ് 2 years ഓഫ് ലൈഫ്. ഈ ഒരു സമയത്തിലാണ് മാക്സിമം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആ സമയത്ത് ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ്. അപ്പം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ തരം ഹാബിറ്റ്സും അതുപോലെ അവർക്ക് കൊടുക്കുന്ന എല്ലാ തരം സ്റ്റിമുലസും അവരുടെ ഗ്രോത്തിനെ വളരെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. പിന്നെ ഓഫ് കോഴ്സ് 5 years വരെ നമ്മുടെ സെൻസറി ഇൻപുട്ട് നടക്കുന്ന സമയം, കുഞ്ഞ് പുതിയ ലോകം പുറത്തേക്ക്, നമ്മുടെ വീടിന് പുറത്തേക്കുള്ള ഒരു ലോകം മനസ്സിലാക്കുന്ന സമയം.
ആ സമയത്തുണ്ടാവുന്ന ഭക്ഷണങ്ങളോടുള്ള ടേസ്റ്റ് അറിയുന്ന സമയം, പുറത്തെ സ്റ്റിമുലസുകൾ അറിയുന്ന സമയം, ആൾക്കാരെ അറിയുന്ന സമയം. ഓഫ് കോഴ്സ് അവിടെ എല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് എത്രയോ പ്രായം വരെ എന്നുള്ള ആ കട്ട് ഓഫില്ലേ അത് കൂടി വരികയാണ്. പിന്നെ 2 ദിവസം മുന്നേ ആണ് മറ്റേ സ്റ്റഡി വന്നത്, 32 years വരെയും അഡോളസെന്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പീരീഡ് ആയില്ലേ. നമുക്കൊക്കെ ഇനിയും സമയമുണ്ട് ബ്രെയിൻ ഡെവലപ്മെന്റിന്. എന്റേത് കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അതല്ലേ, എനിക്ക് ഇനിയും സമയമുണ്ട് കുറച്ചുകൂടെ. വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഇൻ ദ ഫസ്റ്റ് 1000 days ഓഫ് എ ചൈൽഡ്? ഫസ്റ്റ് 1000 days ഓഫ് എ ചൈൽഡ് ഓഫ് കോഴ്സ് അവരുടെ ഡെവലപ്മെൻറ്റിലെ മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയം ആ 1000 days ആണ്. അവർ ഇപ്പം 1 വയസ്സ് വരെ കുഞ്ഞിന് ആ ജനിച്ച ഒരു 2.5 കിലോ, ഈ നോർമൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു 2.5 കിലോയിൽ നിന്ന് ഒരു 10 കിലോ വരെ ആ കുഞ്ഞ് ഗെയിൻ ചെയ്യുന്ന മാക്സിമം പൊട്ടൻഷ്യലുള്ള സമയമാണ് ഈ ഫസ്റ്റ് 1 year എന്നൊക്കെ പറയുന്നത്. അവിടെ തന്നെയാണ് കുഞ്ഞിൻ്റെ ഏറ്റവും ലെങ്ത് കൂടുന്ന സമയവും തലയുടെ വലിപ്പം കൂടുന്ന സമയം. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തലയുടെ പതപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സോഫ്റ്റ് സ്പോട്ട് എന്ന് പറയും. ആ സോഫ്റ്റ് സ്പോട്ട് 18 മാസം അഥവാ 1.5 വയസ്സാവുമ്പം ക്ലോസ് ചെയ്യാറാണ് പതിവ്. വൈ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വയസ്സ് വരെയാണ് ബ്രെയിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ല. 2 വയസ്സിൽ എത്രത്തോളം വോളിയം ഉണ്ടായിരുന്നോ അത്രത്തോളമേ നമുക്ക് ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തല എക്സ്പാൻഡ് ചെയ്യാനുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ സോഫ്റ്റ് സ്പോട്ട് അങ്ങ് ക്ലോസ് ചെയ്യുന്നത് ആ സമയം കഴിയുമ്പം. അപ്പം ആ ഒരു ഹ്യൂജ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, ലെങ്ത്തിലെയും വെയ്റ്റിലെയൊക്കെ ഡെവലപ്മെൻറ്റ്, അതുപോലെ സെൻസറി ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രായമാണ് ഈ ഫസ്റ്റ് 2 years. കഴിക്കാൻ പഠിക്കുന്നു, നടക്കാൻ പഠിക്കുന്നു, ഓടാൻ പഠിക്കുന്നു, എല്ലാം മേജറായിട്ട് ലൈഫ് സർവൈവൽ സ്കിൽസ് എല്ലാം ആ സമയം കൊണ്ട് കുഞ്ഞു പഠിക്കും. ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന സ്കിൽസ്, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഉള്ള കഴിവുകൾക്കെല്ലാം ഈ ഫസ്റ്റ് 1000 days വളരെ ക്രൂഷ്യലാണല്ലേ? യെസ്, വളരെ ക്രൂഷ്യലാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ ബേബിക്ക് അത്രയും ഇൻപുട്ട് കൊടുക്കുക. അതിനനുസരിച്ചായിരിക്കും പിന്നെ അതിന്മേലെയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കുക. അതിന്മേലെ നമുക്ക് എന്ത് ടാലൻ്റ് ആയാലും പോളിഷ് ചെയ്തെടുക്കാം. പക്ഷേ അതിലേക്ക് മാക്സിമം എക്സ്പോഷർ കൊടുത്താൽ അത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ പാട്ട്, ഡാൻസ്, അതിനോടുള്ള അഭിരുചി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു 2 yearsലൊക്കെ നമ്മൾ എന്നും പാട്ട് പാടി കൊടുക്കുന്നു, നൈറ്റ് ഒരു ബെഡ് ടൈം സ്റ്റോറി, ഡാൻസ് കാണിച്ചു കൊടുക്കുന്നു, ആർട്ടിസ്റ്റിക് ടാലൻസ് അതെല്ലാം ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം അതിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു പവർ കുഞ്ഞിന് കിട്ടും. അത് ഞാൻ വിഷ്വലി ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 1000 daysലാണ് കുട്ടിക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. സോ അതിൻ്റെ ഔട്ട്കം ആയിരിക്കും വളർന്നു വരുമ്പോൾ എന്നുണ്ട്. പക്ഷേ ഇത് അധികമായാൽ പ്രശ്നമല്ലേ? അധികമായാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അടിച്ച് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിലും ചുമ്മാ കൊണ്ടിട്ട് അവരെ പ്രഷറൈസ് ചെയ്ത് അവർക്കൊരു റിലാക്സേഷൻ ടൈം ഇല്ലാണ്ട് വരുത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്തിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ. അവർ ആ 2 വയസ്സ് വരെ അവരായിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻസ് ഒന്നും മേക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എത്ര ഇൻപുട്ട് കൊടുത്താലും അത്രയും നല്ലതാണെന്നേ എനിക്ക് തോന്നുള്ളൂ. മാക്സിമം ഉണ്ട്, നമുക്കൊരു 2 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ വളരെ 1 വയസ്സുള്ളൊരു കുട്ടി പെയിൻറ്റിങ് വരച്ച ഗിന്നസ് റെക്കോർഡുണ്ട്. അപ്പോൾ അതുപോലെ ഗിന്നസ് റെക്കോർഡ് ലിസ്റ്റുകളിൽ നമ്മുടെ കുട്ടികളുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ പാട്ടുകൾ ഉണ്ടാക്കിയ കുട്ടികൾ, പസിൽസ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വളരെ ലിസ്റ്റുകൾ വളരെ വലുതാണ്. അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, അപ്പം 2 വയസ്സ് വരെയുള്ളൊരു കുട്ടിക്ക് ഇത് ചെയ്യാമെങ്കിൽ എല്ലാ കുട്ടികളെയും നമ്മൾ ഇതുപോലെ ട്രെയിൻ ചെയ്താൽ ഇവർക്കെല്ലാം ഇത്രയും ഐക്യവും ഇത്രയും ഇൻ്റലിജൻസും ഉണ്ടാവുമോ? ഇല്ല, അതിന് ജെനറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വിൻസായിട്ട്, ഇപ്പം എനിക്ക് ട്വിൻസാണ് അവർ ഒരേ സ്റ്റിമുലസ് ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും 2 സ്ഥലത്തെയും ആൾക്കാരെ തന്നെയാണ് 2 പേരും ഒരേപോലെ എക്സ്പോസ്ഡ് ആവുന്നത്. ബട്ട് അവർക്ക് 2 പേർക്കുള്ള ടാലൻസ്, ടേസ്റ്റ്, സ്പൈസിനോടുള്ള ടോളറൻസ്, മധുരത്തിനോടുള്ള ടോളറൻസ് രണ്ടും വ്യത്യാസമാണ്. ഇറ്റ് ഈസ് ഓൾ കോമ്പിനേഷൻ ഓഫ് ജീൻസ്. ആ ജീൻസ് കറക്റ്റ് പ്ലേസിൽ വരുവാണെങ്കിൽ യെസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാ കുട്ടികളുടെയും ഈ അച്ഛനമ്മമാർക്ക്, പേരൻസിന് അവരുടെ കുട്ടി വളരെ ജീനിയസ് ആവണം, അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, വളരെ കഴിവുള്ള ആളായിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഒരു കുട്ടിയെ
അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ IQ ലെവൽ വളരെ ഹൈ ആയിട്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന്, സ്റ്റഡീസ് പറയുന്നത് ഒരു ദിവസം കുഞ്ഞിന് ഈ ഫസ്റ്റ് 1000 ഡേയ്സിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ന്യൂ വേർഡ്സ് ആയിട്ടുള്ള ഒരു 10 വേർഡ്സ് എങ്കിലും കുഞ്ഞിൻ്റെ ഡെയിലി ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതിപ്പോൾ മദർ ടങ്ങിലാവാം അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ ഭാഷയിലാകാം, അവരുടെ വൊക്കാബുലറിയെ ജനറലായിട്ട് ഒരു 1000 വേർഡ്സിൻ്റെ ഗ്യാപ്പ് ഇത് ചെയ്യാത്ത കുട്ടികളും തമ്മിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്ഥിരമായിട്ടുള്ള ഷെഡ്യൂള് വെച്ചിട്ടുള്ള അവർക്കുള്ള ഒരു ബെഡ് ടൈം സ്റ്റോറി ടൈം കൊടുക്കാം. അതൊരു കാര്യം. 2, ഇവർക്ക് എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സ്വിമ്മിങ് ഉണ്ട്, അതുപോലെ ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്, പ്രകൃതിയോട് ഇണങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ, മണ്ണിൽ കളിക്കുക, പ്ലാന്റ്സിനെ ടച്ച് ചെയ്യുക, ഫീൽ ചെയ്യുക, ഇതെല്ലാം കുഞ്ഞിൻ്റെ സെൻസറി ഇൻപുട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം മാക്സിമം നമ്മുടെ എല്ലാ സെൻസസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു 2 ഇയേഴ്സിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രാവലിംഗ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കുഞ്ഞിലേ തൊട്ടേ വളരെ നല്ലപോലെ ട്രാവൽ ചെയ്യുന്ന പേരൻസിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് ട്രാവലിംഗ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി വരാറേയില്ല. ബാക്കിയുള്ള കുട്ടികൾ നമ്മളിങ്ങനെ ഫുൾ ടൈം വീട്ടിനകത്ത് വെച്ച് തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി ഉണ്ടാവാറില്ല. ചെറിയ പനികൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാറുണ്ട്. അപ്പം ഇവർക്ക് ഒരു വയസ്സിൽ എക്സ്പോസ്ഡ് ആവേണ്ട കുറച്ച് വൈറസുകളും എക്സ്പോസ്ഡ് ആവേണ്ട കുറച്ച് ബാക്ടീരിയാസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പോഷർ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പൊതുവേ അത് ബാധിക്കും. അപ്പോൾ അത് ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഭാഗം അങ്ങനെയായി. പിന്നെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തിന് വേണ്ടി നമ്മൾ ഈ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായി. പിന്നെ സെൻസറി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഔട്ട്ഡോർ എക്സ്പോഷർ, പാട്ട്, മ്യൂസിക്, കളേഴ്സ്, ടച്ച്, ഫീല്, പിന്നെ ഫുഡ്, കഥകൾ, പിന്നെ ഫുഡ് എന്ന് പറയുന്നത് കഴിവതും അഡിക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത വളരെ പ്ലാൻഡ് ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ് കണ്ടൻസ്, നാച്ചുറൽ സ്വീറ്റ്സ്. എപ്പോഴും 2 വയസ്സ് വരെ ഞാൻ പറയും സോൾട്ടും ഷുഗറും അവോയ്ഡ് ചെയ്യുക, ഒരു പിഞ്ച് പോലും കൊടുക്കാതിരിക്കുക എന്ന് പറയും. അപ്പോൾ അവരെങ്ങനെ ഇത് ഓൾറെഡി അവർക്ക് ടേസ്റ്റ് വരുന്നത്, ഇപ്പോൾ മുലപ്പാൽ തൊട്ട് സോഡിയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് മുലപ്പാൽ. അപ്പോൾ ഓൾറെഡി അവർ സോൾട്ട് എക്സ്പോസ്ഡ് ആണ്. അത് പക്ഷേ നാച്ചുറൽ സോൾട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷുഗേഴ്സ്, എപ്പോഴും പ്ലാൻ ഷുഗേഴ്സ് കുഞ്ഞുങ്ങളെ എക്സ്പോസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുക. അഡിക്റ്റീവ്സ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഒരു ന്യൂട്രിറ്റീവ് സേഫ്റ്റി, ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷനും കൂടി ആകുമ്പോഴത്തേക്കും ഒരു സം ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു 2 വയസ്സിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവുമോ ഈ 2 വയസ്സിനുള്ളിൽ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം വരുന്നത് ലാംഗ്വേജ് കൺഫ്യൂഷൻ കാരണം അവർക്ക് കോൺവേഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് പലപ്പോഴും ഈ പുറത്ത് രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ നേറ്റീവ്സ് അല്ലെങ്കിൽ മലയാളീസിന് പറ്റുന്ന ഒരു കാര്യമാണ്. മിക്കവാറും അവർ അവിടെ താമസിക്കുമ്പം വീട്ടിൽ സംസാരിക്കുന്നത് മലയാളമായിരിക്കും. പക്ഷേ അവർ ഡേ കെയറിൽ കുഞ്ഞിനെ വിടുമ്പോൾ അവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പം ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ കുഞ്ഞിനൊരു കൺഫ്യൂഷൻ വരും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, അവർക്ക് ബേസിക് ആയിട്ടുള്ള മദർ ടങ്, അപ്പം നിങ്ങൾ എന്താണോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ്, ഇപ്പോൾ ചിലവർക്ക് മദർ ടങ് ആയിരിക്കും, അല്ലാത്തവർക്ക് പുറത്തുള്ള ലാംഗ്വേജ് പഠിക്കണമെന്നായിരിക്കും. അത് കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ടൈം കുഞ്ഞിനെ എക്സ്പോസ് ചെയ്യുക. ഒരു 80% സമയവും ആ ലാംഗ്വേജ് എക്സ്പോസ് ചെയ്തിട്ട് ഒരു 20% മറ്റേ ലാംഗ്വേജിൻ്റെ ഇൻപുട്ട് കൊടുക്കുക. അതാണ് ഒരു ലാംഗ്വേജ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. കുട്ടിയെ കാണാൻ വരുന്ന ആളുകൾ അവർ പൊതുവേ പറയുന്നതാണ്, അയ്യോ കുട്ടി വളരെ മെലിഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ളൊരു പ്രശ്നം. ചബ്ബി ആയിട്ടുള്ള കുട്ടിയാണ് ഹെൽത്തി എന്ന് പൊതുവേ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ശരിക്കും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഒരു പീഡിയാട്രിഷ്യൻ എന്ന നിലയിൽ? രണ്ടും പ്രശ്നമാണ്. ഓവർ വെയ്റ്റും പ്രശ്നമാണ്, അണ്ടർ വെയ്റ്റും പ്രശ്നമാണ്. നോർമൽ വെയ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതൊരു 2.5 to 3.5 kg ഇടയ്ക്കാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലെ നോർമൽ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മുകളിലുള്ള വെയ്റ്റുള്ള ഏത് കുഞ്ഞായാലും ആ പ്രായത്തിന് അതിൻ്റേതായ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രോത്ത് ചാർട്ട്സ് എന്ന് പറഞ്ഞ കാര്യമില്ലേ, അതിലെ 50th percentile മീഡിയൻ. അതാണ് വേണ്ട വെയ്റ്റ്. അതിപ്പോൾ 75 എബവ് ആണെങ്കിലും 10 താഴെ ആണെങ്കിലും അല്ലെങ്കിൽ 90 മുകളിലാണെങ്കിലും 10 താഴെ ആണെങ്കിലും പ്രശ്നമാണ്. രണ്ടും അതിൻ്റേതായ പ്രശ്നങ്ങളുള്ളതാണ്. ഓവർ വെയ്റ്റ്, അണ്ടർ വെയ്റ്റ് രണ്ടും ഞങ്ങൾക്ക് പേടികൾ.
ചബ്ബി ആയിട്ടുള്ള കുട്ടിയാണ് ഹെൽത്തി എന്നുള്ളതൊരു മിസ്കൺസെപ്ഷൻ ആണ്. വളരെ വലിയ മിസ്കൺസെപ്ഷനാണ്. ആക്ച്വലി ചബ്ബി ബേസിന് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ് മാനേജ് ചെയ്യാൻ. ഒന്ന് പേരൻസിനെ കൺവിൻസ് ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യാലിറ്റി, ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റിയും എനിക്ക് തോന്നുന്നു അഭിഷേകിന് തന്നെ മനസ്സിലാവും. നമ്മൾ ഒരാളെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അസുഖം വരുന്ന ആളാണെങ്കിൽ അസുഖം വന്ന ആളെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ, ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു കുഞ്ഞിനെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു പേരൻറ്റിനെയാണ്. അപ്പോൾ രണ്ടുപേരെ സൈമിൾട്ടേനിയസ്ലി ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. സംസാരം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് ചികിത്സയെക്കാട്ടിയും കൂടുതൽ പലപ്പോഴും പീഡിയാട്രിഷ്യൻസിന് ചെയ്തു വരേണ്ട ഒരു കാര്യം. അപ്പം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് നോർമൽ അല്ലാന്ന് മനസ്സിലാക്കാൻ ഒരു 20 മിനിറ്റ് വേണം, പിന്നെ ഒരു 10 മിനിറ്റ് മതി കുഞ്ഞിൻ്റെ പ്രശ്നം ശരിക്കും സോൾവ് ചെയ്യാനായിട്ട്. അല്ല, കാര്യം പേരൻസിനും ഇപ്പം ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ കുറേ ആൾക്കാർ വരും. ഇപ്പം കുട്ടിയെ കാണാൻ വരുന്ന അവരുടെ ബന്ധുക്കൾ പറയും, വീടിനടുത്തുള്ള ആളുകൾ പറയും, എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. കുട്ടിക്ക് നിറം പോരല്ലോ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുകയാണല്ലോ, നേരത്തെ പറഞ്ഞുള്ള കഴുത്തിന് നീളം കൂടുതലാണല്ലോ, കുട്ടി തടിച്ചിരിക്കുകയാണല്ലോ എന്നുള്ള എല്ലാം. അപ്പം ഇതെല്ലാം കൊണ്ട് പേരൻസ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതെ, ഇപ്പം ജനിച്ച് വരുമ്പോൾ തന്നെ ഇപ്പം രസമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു പ്രൊഫഷനെ എനിക്ക് ചിലപ്പോൾ പലപ്പോഴും ചിരിയൊക്കെ വരാറുണ്ട്. ഞാൻ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും ഞാൻ നോക്കുമ്പോൾ ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരുമായിരിക്കും. കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഒരു 10-12 പേര് ചുറ്റും ഉണ്ടാവും. പറയും, അയ്യോ ദൈവം, ആ മോനെ പോലെ തന്നെ ഇരിക്കുന്നു, എവിടെ ആ കുഞ്ഞും അപ്പുറത്ത് കിടക്കുന്ന വാർമറിലെ അടുത്ത കുഞ്ഞും തമ്മിൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിയണമെങ്കിൽ ID ബാൻഡ് വേണം. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഛായ അവിടെ തീരുമാനിക്കപ്പെടുകയാണ്, അത് അച്ഛൻ്റെ ഛായയാണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പോട്ടെ അമ്മയുടെ ഛായ എന്ന് പറയുകയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് തീരെ ഇല്ല, ചെറുതാണ് എന്നാണ് പറയുന്നത്. ഈ ചെറുത് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ആക്ച്വലി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ നോക്കുമ്പോഴത്തേക്കും കൈയും കാലും ഒക്കെ നീണ്ടിരിക്കുന്നു. ബാക്കി വേറൊരു കുഞ്ഞിനെ വെച്ചായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത്. റീസെൻ്റ്ലി 2 ദിവസം മുന്നേ ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ വാക്സിനേഷൻ, രണ്ടാമത്തെ വാക്സിനേഷന് വേണ്ടി വന്നേ. അപ്പം എന്നോട് പറഞ്ഞു, ഏത്തയ്ക്ക വെട്ടി അരിഞ്ഞ് കുറുക്കാനായിട്ടുള്ളത് അച്ഛനും അമ്മയും തയ്യാറാക്കുന്നുണ്ട്, ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുത്തു തുടങ്ങാമെന്നാണ് പറഞ്ഞത്. കാരണം കൊച്ച് 3.5 കിലോയേ ഉള്ളൂ, 4 കിലോയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും കൊച്ച് നല്ലൊരു 8 കിലോ 9 കിലോ ഒക്കെ ആവും, അപ്പോൾ പിടിക്കാനൊക്കെ കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റിലെ ഈ ഒരു വലിയ കുട്ടി എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനുവേണ്ടി അവർ ഏത് എക്സ്ട്രീം വരെയും പോവും, എന്ത് വേണമെങ്കിലും കൊടുക്കും. അതുപോലെ ഈ കുട്ടി ജനിക്കുന്നതിന് മുന്നേ കുട്ടി നിറം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ അരച്ച് കലക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അതേ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുങ്കുമപ്പൂ ചെറിയ കാര്യമൊന്നുമല്ല. കുങ്കുമപ്പൂ, ഇവിടുത്തെ കുങ്കുമപ്പൂ ഒക്കെ അണ്ടർ ക്വാളിറ്റിയാണ്, സബ് ക്വാളിറ്റി സാധനമാണെന്ന് പറഞ്ഞാൽ, അല്ല സബ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാശ്മീരിൽ നിന്ന് വരുന്നു കുങ്കുമപ്പൂ. പിന്നെ ഏതെങ്കിലും ബന്ധു ദുബായിൽ നിന്നുണ്ട്, അതെ വഴിയിൽ ഏതെങ്കിലും ഒരു ബന്ധു ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ, ഇതുവരെ മിണ്ടിയിട്ടില്ലാത്ത ബന്ധുവായിരിക്കും, അവിടെ ചെന്ന് വിളിച്ചു പറയുന്നു, എടാ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കുങ്കുമപ്പൂ അവിടുന്ന് വരുമ്പം കൊണ്ടുവരണേ എന്ന് പറയുന്നു. അത് പിന്നെ പാലിൽ അരച്ച് കുലുക്കലായി, എക്സസൈസ് കുടിച്ച് പിന്നെ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളായി. ഇതെല്ലാം ജെനറ്റിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കളറാണെങ്കിലും അഭിഷേകിൻ്റെ കളറാണെങ്കിൽ, ആരുടെ കളറാണെങ്കിൽ നമ്മുടെ പേരൻസ് ഫോർഫാദേഴ്സിനെ പോലെ തന്നെ നമ്മൾ ഇരിക്കത്തുള്ളൂ. കുങ്കുമപ്പൂ അരച്ച് കലക്കി കുടിച്ചാൽ അല്ലെങ്കിൽ ബദാം അരച്ച് കലക്കി കുടിച്ചാൽ കുട്ടിയുടെ നിറത്തിന് വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, 100% ഇല്ല. ഇത് ഇത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവുമോ? ഇല്ല, മനസ്സിലാവത്തില്ല, 100% മനസ്സിലാവത്തില്ല. അതാണ്. ജനിച്ചു കഴിഞ്ഞെടുക്കുമ്പോൾ കുട്ടിക്ക് ഉള്ള നിറത്തിനെക്കാട്ടി കുട്ടി 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ നിറം മാറുമല്ലേ? മാറും. അതെന്തുകൊണ്ടാണ്? ഒന്നെന്ന് പറയുന്നത്, കുഞ്ഞ് ഇതിനകത്ത് ഇരിക്കുന്ന, വൂമ്പിനകത്തിരിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ആയിട്ട് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ജനറലി എല്ലാ കുഞ്ഞുങ്ങളും പിങ്ക് ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കലും കളറ് വെള്ള അല്ലെങ്കിൽ കറുപ്പ്, ബ്രൗൺ, ഈ കളറൊന്നുമില്ല. വാട്ട് വി ലുക്ക് ഫോർ ഇസ് വെദർ ദ ബേബി ഈസ് പിങ്ക്. പിങ്ക് എന്ന് പറയുന്നത് സർക്കുലേഷൻ നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഓക്സിജൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടി പിങ്ക് ആയിരിക്കും. പിന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ ചിലപ്പോൾ മഞ്ഞിപ്പൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അതായത് നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂബിനീമിയ, മഞ്ഞിപ്പിൻ്റെ പ്രശ്നം. അങ്ങനെയുള്ളപ്പം കുഞ്ഞിന് മഞ്ഞ നിറം വരും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോട്ടോ തെറാപ്പി, ലൈറ്റ് വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കളറൊന്ന് മാറും. അത് ആ ലൈറ്റ് എക്സ്പോഷറിൻ്റെ ആണ്.
ഇതും കഴിഞ്ഞ് കുഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞിനെ ഈ ചികിത്സകൾ, ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ടും അല്ലാതെ നമ്മൾ തന്നെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടും കുറച്ച് ഓയിൽസ് ആഡ് ചെയ്ത് കുഞ്ഞിനെ കുളിപ്പിക്കും. ഈ ഒലിവ് ഓയിൽ, ഡെൻസ് ആയിട്ടുള്ള മറ്റ് മെഡിക്കേറ്റഡ് ഓയിൽസ്, ഇതൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഡ്രൈനെസ് കൂടി കുഞ്ഞ് കറുക്കുന്നതായിട്ട് കാണാറുണ്ട്. അൾട്ടിമേറ്റ്ലി കുഞ്ഞിൻ്റെ ജനറ്റിക്സ് അനുസരിച്ചുള്ള കളറേ കുഞ്ഞിന് കിട്ടത്തുള്ളൂ. അത് ആ ഒരു കളർ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കുഞ്ഞിന് ഒരു വലിയ ഒരു ടൈം ആവണം, അതായത് ഒരു ടീനേജ് ടൈമും ഒക്കെ ആവണം. പിന്നെ നമ്മുടെ ഫുഡ്, ഡെഫിനറ്റ്ലി ഫുഡ് നമ്മളുടെ കളറിനെ ബാധിക്കും. ഷുഗറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും, നമ്മളിപ്പോഴത്തെ ഡയറ്റ് ഫാഡ്സിലും പറയാറില്ലേ, ഷുഗർ കുറയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രോസസ്ഡ് ഷുഗർ കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നർ ഗ്ലോ കൂടുന്നു, സ്കിൻ ഹെൽത്തി ആവുന്നു എന്നൊക്കെ. ഒബ്വിയസ്ലി പിന്നെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റാൻഡ് ആവുന്നു, അങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ ആ സ്കിൻ കളർ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ചില അസുഖങ്ങൾ സ്കിന്ന് വഴി റിഫ്ലക്റ്റ് ചെയ്യും. സ്കിൻ ഇസ് എ മിറർ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് എന്നാണ്. അപ്പം അകത്തെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ കഴുത്തിന് കറുപ്പ് അങ്ങനത്തെ സ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡൈനാമിക്കാണ്, നമ്മൾ മരിക്കുന്നത് വരെയും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയെങ്കിലും ആളുകൾ അത് മനസ്സിലാക്കട്ടെ. കുങ്കുമപ്പൂ അരച്ച് കലക്കിയാൽ അല്ലെങ്കിൽ ബദാം അരച്ച് കലക്കി അമ്മ മഞ്ഞൾ തേച്ചാൽ കുട്ടിക്ക് നിറം വരും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പം ആയുർവേദത്തിലെ ചികിത്സാ പഥ്യങ്ങൾ ആളുകളത് മനസ്സിലാക്കട്ടെ. മഞ്ഞളിന് ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസ് കാരണം നമുക്ക് ചിലപ്പം പലവർക്കും കളർ കൂടുന്നതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് ഡെഫിനറ്റ്ലി കളർ കൂടത്തില്ല. പീഡിയാട്രിക് ഡോക്ടേഴ്സ് വളരെ കോമൺ ആയിട്ട് പറഞ്ഞ് കേൾക്കുന്നൊരു കാര്യമാണ് കുട്ടിയുടെ ഫേസിൽ ഉമ്മ വെക്കരുതെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത്? അതെ, ഫേസിൽ ഉമ്മ വയ്ക്കരുതെന്നുള്ളത് ഡേ 1 തൊട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ജേംസിൻ്റെ കോണ്ടാക്ട്. നമുക്ക് വേണ്ട കുഞ്ഞുങ്ങൾക്ക് പ്രൈംഡ് ആയിട്ട് വരേണ്ട ജേംസ് ഒരു തരം ഉണ്ട്. അവർ ഓൾറെഡി സ്കിന്നിലൊക്കെ ഉള്ള കുറച്ച് കമൻസെൽസ്, അതായത് നോർമലി കണ്ടുവരുന്ന ബാക്ടീരിയകളുണ്ട്. അതല്ലാതെ കുഞ്ഞിന് എയർ വഴി കിട്ടുന്ന കുറച്ച് ബാക്ടീരിയ ഉണ്ട്. ഇതല്ലാതെ നമ്മളുടെ അഡൾട്ട് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ്, വൈറസസ് അല്ലെങ്കിൽ വേറെ ഓർഗാനിസംസ് എല്ലാം വേറൊരു കാറ്റഗറിയാണ്. അത് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ വലുതാണ്, ട്രീറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് കൂടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജേംസ് കുഞ്ഞുങ്ങൾക്ക് എത്താതിരിക്കാനാണ് ഡയറക്റ്റായിട്ട് ഫേസിൽ, അതായത് മൂക്ക് വഴിയോ വായു വഴിയോ കുഞ്ഞിന് എത്താതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് പാടില്ല എന്ന് പറയുന്നത്. കയ്യിൽ ഉമ്മ വയ്ക്കരുതെന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എക്സ്പ്രസിങ് യുവർ ലവ് അല്ലേ. പലപ്പോഴും നമ്മൾ അത് ബെനിഫിറ്റായിട്ടും കാണാറുണ്ട്. അമ്മമാരെ കൊണ്ട് നമ്മൾ NICUലൊക്കെ ചിലപ്പോൾ കുഞ്ഞിനെ ടച്ച് ചെയ്യിപ്പിക്കുമ്പം വളരെ പോസിറ്റീവ് ഔട്ട്കംസ് കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടച്ച് നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നോട്ട് ഓൺ ക്രിട്ടിക്കൽ ഏരിയാസ്. ഈ പറഞ്ഞ പോലെ മുഖത്തുമ്മ വയ്ക്കരുത്. പിന്നെ കുറച്ചും കൂടെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പം അമ്മൂമ്മമാർ പിന്നെ കുറച്ച് അടുപ്പമുള്ളവരൊക്കെ കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യുക, ഈ പറയുന്ന പോലെ അവർ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചായിരിക്കും അവരോട് ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത്. പക്ഷേ ദേ നോ, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി നമ്മൾ അവർക്ക് ഒരു പരിധി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ അവർക്ക് അറിയാം അവരുടെ പ്രൈവറ്റ് പാർട്സൊക്കെ. അപ്പോൾ ആ സമയം തൊട്ട് ആരും അവിടെ ടച്ച് ചെയ്യരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് വളർത്താനാണ് നമ്മളെപ്പോഴും പറഞ്ഞത്. കയ്യിലോ അല്ലെങ്കിൽ കാലിൻ്റെ പാദങ്ങളിലോ ഉമ്മ വയ്ക്കാം, നോട്ട് എനിവെയർ എൽസ്. ഇത്രയും നാളും കുട്ടികളെ നോക്കുന്നൊരു ഡോക്ടർ എന്ന രീതിയിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ കൾച്ചർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ഏറ്റവും കൂടുതൽ? പേരൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെയും കൂടെ, അതായത് കുഞ്ഞ് ആരുടെ കൂടെയാണോ ആ കുട്ടിയുടെ ഹാബിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് എൻവയൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ശീലിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവർ ഇംബൈബ് ചെയ്യുന്നത്, അവരതാണ് പഠിച്ച് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിസിഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം, എല്ലാവർക്കും കളക്റ്റീവ് ഡിസിഷൻ വേണം എന്നാണ് ഒരു ഫാമിലിയിൽ. ഇപ്പോൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അച്ഛനോ അമ്മയോ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആയിരിക്കണം, അത് നോ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ കുഞ്ഞിന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഞാൻ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്. സപ്പോസ് അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ യെസ് പറയാൻ എനിക്ക് വേറൊരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ അത് ഓക്കെ ആണെന്ന് കുഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസ്, ഈ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേകതരം ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുഞ്ഞ് ഒബ്വിയസ്ലി അതിൻ്റെ ടേസ്റ്റിൽ ആ ഒരു മെനുവിൽ ആ ഒരു ഫുഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴെങ്കിലും കാലത്തിൽ ഇവർ ഹോസ്റ്റലിലൊക്കെ പോകുമ്പം അതിൻ്റെ ടേസ്റ്റുമായിട്ട് അക്ലിമറ്റൈസ്ഡ് ആയാലായി, അല്ലെങ്കിൽ അവരതിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹാബിറ്റ്സ്, വീട്ടിൽ വഴക്കുണ്ടാവുന്നത്,
അല്ലെങ്കിൽ വീട്ടിൽ വയലൻസ്, ഇതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി സെറ്റപ്പിൽ എന്തൊക്കെ പോസിറ്റീവായിട്ട് നടക്കുന്നോ അതും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് നടക്കുന്നോ അതും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പീരീഡിൽ നേച്ചർ വേഴ്സസ് നർച്ചറിന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? നേച്ചർ വേഴ്സസ് നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിനും നമുക്ക് എക്സ്പോഷർ കുഞ്ഞിന് കൊടുക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാട്ടിലൊക്കെ വളരുന്ന കുട്ടികളുണ്ടല്ലോ, പ്രകൃതി തന്നെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഫ്രൂട്ട്, ആ ചെടി വളരണം, അതിന് കുറച്ച് ടൈം എടുക്കും. ആ ടൈം കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രൂട്ടിനൊരു പച്ചപ്പുണ്ട്, ആ പച്ചപ്പ് കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ട് പഴുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണം ചേഞ്ച് ചെയ്യും, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും, ടെക്സ്ചർ ചേഞ്ച് ചെയ്യും. അത് നമുക്ക് കഴിക്കാൻ ഉതകുന്നതാവും. അതിനെയാണ് നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സ്. പിന്നെ ഈ പറഞ്ഞ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ഇൻസ്റ്റിങ്സ് എപ്പോഴും ജനറ്റിക്കലി പ്രൈംഡ് ആണ്. നമ്മൾക്ക് ഓരോന്നിനോടുള്ള ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ പോകുന്നതിനെയാണ് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഇൻപുട്സ് അച്ഛൻ്റെയും അമ്മയുടെയും വക, ഫാമിലിയുടെ വക, നേർച്ചറിങ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് വരുന്നതിനെ ആണ് നേർച്ചറിങ് എന്ന് പറയുന്നത്. അങ്ങനെയും കൂടി ചെയ്യുമ്പോൾ ഈ ഒരു ടാലൻസ് അഥവാ ഈ ഒരു ഇൻസ്റ്റിങ്സ് വളരെയധികം ഒരു പടി കൂടുതൽ ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പം നമ്മൾ ചിലപ്പോൾ ചില സ്വഭാവങ്ങളായിരിക്കും, ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പഴം തന്നെ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പഴം പഴുത്ത് കഴിഞ്ഞാൽ ആ പഴം എടുത്ത് വീട്ടിലുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരത്തില്ലേ, അതിനാണ് നേർച്ചറിങ്ങിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പം എങ്ങനെ കൊടുക്കണം, എങ്ങനെ സൊസൈറ്റിയിൽ പെരുമാറണം, എങ്ങനെ ഉള്ളിൽ പെരുമാറണം, ഇതിനെയെല്ലാം നമ്മളുടെ സപ്പോർട്ട് ഒത്തിരി അധികം ബാധിക്കും. സീഡ് നേച്ചർ ആണെങ്കിൽ ആ സീഡിൽ നിന്ന് ഉണ്ടായി വരുന്ന മരത്തിന് ചുറ്റുമുള്ള മണ്ണ് നമുക്ക് നർച്ചറായിട്ട് പറയാം. നേച്ചറായിട്ട് പറയാം, യെസ്, ഡെഫിനറ്റ്ലി. നമ്മൾ ചുറ്റുപാടും വെച്ച് അതിനെ എങ്ങനെ വളർത്തുന്നു, തളർത്തുന്നു, അതാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ഏറ്റവും കൂടുതൽ നേച്ചറിനാണോ നർച്ചറിനാണോ? അതായത് ഇപ്പം ഒരു കുട്ടി ജനിക്കുന്നു, വളർന്നു വരുമ്പോൾ ആ കുട്ടി വളരെ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് തമാശ പറയുന്ന കാര്യങ്ങൾ യുക്തിപരവും മനസ്സിലാക്കുന്ന, ദേഷ്യം അധികം കാണിക്കാത്ത, വയലൻസ് ഇല്ലാത്ത എന്നൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒരു കുട്ടിക്ക് വളരാൻ നർച്ചറിനാണോ കൂടുതൽ പങ്കുള്ളത് അതോ നേച്ചറിനാണോ? നേച്ചറിനാണ്. അതായത് NURTURE നേച്ചറിന് തന്നെയാണ് അതിന് ഒരു കൂടുതൽ കൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബേസിക് ആനിമൽ ഇൻസ്റ്റിങ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. വി ആർ ഓൾ ആനിമൽസ്, ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ് അല്ലേ. പക്ഷേ എന്ന് കരുതി നമ്മളൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ, വീട്ടിൽ തന്നെ അല്ല, അവിടെയാണ് സ്കൂളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫ്രണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്, അവിടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആ ഒരു സറൗണ്ടിങ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബിഹേവിയർ ഡെവലപ്മെൻ്റ് എല്ലാം നേച്ചറിലാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മളുടെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ. ഇപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്കറിയാം എനിക്കത് മോശപ്പെട്ട സ്വഭാവമാണെന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മോട്ടിവേഷനായിട്ട് കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യം, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ, ഇവരെയൊക്കെ വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നും ആ ഒരു തെറ്റായ സ്വഭാവം അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവം ഞാനൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അവിടെ ഡെഫിനറ്റ്ലി നമ്മളുടെ ചുറ്റുപാടുമാണ് നമ്മളെ രൂപം ഷേപ്പാക്കാൻ. ബേസിക് മെറ്റീരിയൽ ഉണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് നേർച്ചറിങ് തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് 68 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവുമെന്നാണ്. ശരിക്കും ഓട്ടിസം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടോ ഇപ്പം? എന്തുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുന്നത്? ഓട്ടിസം എന്ന് പറയുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ASD എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം ആ ഒരു സ്പെക്ട്രത്തിലെ ഒരു ടൈപ്പ് ഓഫ് ഡിസീസാണ്. സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ എല്ലാം ഓട്ടിസം ആകണമെന്നില്ല. എപ്പോഴാണ് ഈ ഓട്ടിസത്തിന് കുറേയധികം കാരണങ്ങളുണ്ട്, ജനറ്റിക് കാരണങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ പറയാറുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന അക്വയർഡ് ഓട്ടിസം, അതായത് കുഞ്ഞ് വളർന്നു വന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഓട്ടിസം ഉണ്ട്. അപ്പോൾ ഈ ഓട്ടിസത്തിന് സെൻസറി സ്റ്റിമുലൻസുമായിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൊടുക്കുന്ന
സെൻസിറ്റൈസേഷൻ, ഈ സാധനങ്ങളെല്ലാം ഈ ബ്രെയിനിൻ്റെ വയറിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ബ്രെയിൻ സെൽസ് ഉണ്ട്, ആ സെൽസ് വയേർഡാണ്, ആ വയറിന് ഇടയ്ക്കൂടെ കെമിക്കൽസ് പോകുന്നുണ്ട്, അതുവഴിയാണ് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇതിലേത് ഭാഗത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഓട്ടിസം ഡെവലപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഓട്ടിസം, അക്വയർഡ് ഓട്ടിസം വരുന്നതാണ് ഈ കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് കുഞ്ഞ് നല്ലതായിരുന്നു പെട്ടെന്ന് ആരോടും മിണ്ടാത്ത അവസ്ഥയിലേക്ക് വരിക, റിപ്പീറ്റഡായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യുക, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, അതെല്ലാം അക്വയർഡ് ഓട്ടിസത്തിൽ വരുന്ന. അവിടെ കുറച്ച് സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സറൗണ്ടിങ്സ്, നമ്മൾ കൊടുക്കുന്ന ലാക്ക് ഓഫ് സ്റ്റിമുലസ്, ഇതെല്ലാം ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. ചിലവർക്ക് ഇതിൻ്റെ ജനറ്റിക്കായിട്ടുള്ളൊരു പ്രിഡിസ്പോസിഷൻ അല്ലെങ്കിൽ അത് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ കൂടുതൽ കാണുന്ന ഓട്ടിസവും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇമ്പൾസും അല്ലെങ്കിൽ സെൻസിറ്റൈസേഷനും കൊണ്ടുവരുന്നതാണ്. ഓവർ യൂസ് ഓഫ് മീഡിയ. ചെറിയ കുട്ടിയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാനുള്ള സൈൻസ് ഉണ്ടാവുമോ? ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്തൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സിൻ്റെ കോൺഫറൻസ്. അതിനകത്ത് ഏർലി മാർക്കർ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ അണ്ടർ റിസേർച്ചാണ്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റൻ്റായിട്ട് കുഞ്ഞിൻ്റെ സ്കാനുകളിൽ കുഞ്ഞിന് തമ്പ് പൊക്കി വെക്കുന്ന ഒരു സൈൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, അതല്ലാതെ കുഞ്ഞിൻ്റെ തമ്പ് പൊങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഒരേ മോഷനിൽ തന്നെ കുഞ്ഞിരിക്കുക, അതെല്ലാം ഒരു പോയിൻ്റർ സൈനാണ് എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം അണ്ടർ റിസേർച്ച് തന്നെയാണ്, അതൊന്നും പ്രൂവൺ ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് വഴി ഒരു 20ഓളം ക്രൈറ്റീരിയകൾ വരുന്ന ചെക്ക് ലിസ്റ്റാണ്. ആ ചെക്ക് ലിസ്റ്റ് വഴി കുഞ്ഞിന് സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ ഇത് ഈ ഒരു സ്പെക്ട്രത്തിൽ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ബേസിക്കലി നമ്മൾ ഈ മൈൽ സ്റ്റോൺസ് നമ്മൾ ട്രേസ് ചെയ്യുക, മൈൽ സ്റ്റോൺസിൽ എന്തെങ്കിലും ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, ബാക്കി കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകുന്നില്ല, സോഷ്യൽ സ്ഥലങ്ങളിൽ കുഞ്ഞ് ഭയങ്കര ക്വയറ്റ് ആവുന്നു. പക്ഷേ കുഞ്ഞിൻ്റെതായ സെറ്റിങ്സിൽ കുഞ്ഞ് റെപ്പിറ്റീറ്റീവായിട്ട് മേളിൽ നിന്നുള്ള ചാട്ടം, വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരിക്കുക, ഒരേ സാധനം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക, എടുത്തെറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യനെ കാണിച്ച് കുഞ്ഞിന് ഈ ഒരു സ്പെക്ട്രത്തിൽ എവിടെയെങ്കിലും ഫോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് തീർച്ചയാക്കണം. ജനിക്കുന്നതിന് മുന്നേ ഇപ്പം ഡൗൺ സിൻഡ്രോം പോലുള്ള ഇഷ്യൂസ് നമുക്ക് ജനിക്കുന്നതിന് മുന്നേ തന്നെ സ്കാനിലൂടെ മനസ്സിലാക്കാമല്ലോ. അതുപോലെ ഓട്ടിസം നമുക്ക് ജനിക്കുന്നതിന് മുന്നേ കണ്ടുപിടിക്കാൻ കഴിയുമോ? നിലവിൽ അതിനൊരു മാർഗവും ഇല്ല. ചോദിക്കാൻ പാടുണ്ടോയെന്നറിയില്ല, തെറ്റാണെങ്കിൽ ചോദ്യം അവിടെ കളഞ്ഞേക്കുക. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നൊരു ലേഡി സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആ കുട്ടിയെ അബോർട്ട് ചെയ്യണമെന്നൊരു തീരുമാനത്തിൽ ഒരു ഡോക്ടറിന് എത്തണം, അല്ലെങ്കിൽ ആ ഒരു കപ്പിളെത്തണം? യെസ്, അത് നമുക്ക് പറയാൻ, ആ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുമില്ല. ആക്ച്വലി അതിന് ക്രൈറ്റീരിയകൾ തന്നെ ഉണ്ട്. മേജർ കൺജനൈറ്റൽ അനോമലീസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കൺജനൈറ്റൽ അനോമലീസ്, അതായത് കുഞ്ഞിൻ്റെ നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മേജറായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് അതായത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൻ്റെ ഫെയിലിയർ സാധ്യത കൂടുതലാണ്. റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന് പറയും. അതായത് റിസ്ക് കൂടുതലും ബെനിഫിറ്റ് കുറവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അബോർഷനിലേക്ക് അല്ലെങ്കിൽ ആ 20 വീക്സിൻ്റെ സ്കാനിൽ തന്നെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് ഡിസീസസ്. നമുക്ക് ക്രിട്ടിക്കൽ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസുണ്ട്, അല്ലാതെ വരുന്ന ഹാർട്ട് ഡിസീസും ഉണ്ട്. അല്ല, VSD, PDA എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഹോളുകളൊക്കെ ആണെങ്കിൽ അതിന് വളരെ കോമൺ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിനെ ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസി ഒരിക്കലും അത് ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനൊരു അബോർഷന് പോകേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ പറഞ്ഞ പോലെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ഇരിക്കേണ്ട വെസൽ ഇപ്പുറത്തിരിക്കുന്നു, ചെറിയതായിട്ടുള്ള ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ്, പല വെസൽസും ചുരുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സായിരിക്കും ലൈഫിൽ മുന്നോട്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സർവൈവലും വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ അതിനെ അബോർട്ട് ചെയ്യണം എന്ന് തന്നെ പറയാം.
അതുപോലെ തന്നെ ലിംബ് ഡിഫോമിറ്റീസ്, കൈകാലുകൾ ഇല്ലാത്ത ചില ഡ്രഗ്സ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള അനോമലീസ് ഉണ്ടാവും. കിഡ്നിക്ക് പ്രശ്നം, ഹാർട്ടിന് പ്രശ്നം, സ്പൈനിന് പ്രശ്നം, കാലുകൾക്ക് പ്രശ്നം, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അബോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ സിൻഡ്രോംസ്, കൺജനൈറ്റൽ സിൻഡ്രോംസ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഡൗൺസൊക്കെ ആണെങ്കിൽ വളരെ നോർമൽ ലൈഫ്, നിയർ നോർമൽ ലൈഫ് എന്നല്ല, നിയർ നോർമൽ ലൈഫ് വരുന്ന അസുഖങ്ങളാണ്. പക്ഷേ ചില സിൻഡ്രോംസ് ഉണ്ട് നമുക്കൊരിക്കലും ലൈഫുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ട് ഇല്ലാത്ത സിൻഡ്രോംസ്, ചികിത്സയ്ക്ക് ഒരു പരിധിയുള്ളത്, ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് മെൻ്റലി പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രിപ്പയർഡ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് വരുന്നത് കൊണ്ട് നിങ്ങൾക്കോ ആ കുഞ്ഞിനോ പോസിറ്റീവായിട്ടുള്ള ഒന്നും സംഭവിക്കാനില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് അത് അങ്ങനെ ഒരു നമുക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതുപോലെ തന്നെ കൊടുക്കേണ്ട ടൈം, കെയർ, ഇതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഗോ ഫോർ എ ബേബി. അത് തന്നെ, കറക്റ്റ്. അതാണ് കാരണം ഇത് ഒരു ഈസി പ്രോസസ്സ് അല്ല. മദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ പേരൻറ്ഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാം, ഇത്രയും ഒരു കുഞ്ഞിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന കപ്പിൾസ് ഉണ്ട് വർഷങ്ങളോളം, 17, 18, 20, ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കപ്പിള് 45-ാമത്തെ വയസ്സിലാണ് അവർ, അതായത് മദറിന് 45 വയസ്സുള്ളപ്പോഴാണ് അവർക്ക് കുട്ടി ഉണ്ടായത്. അത് ട്രീറ്റ്മെൻറ്റിലൂടെയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോൾ ലൈഫ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരാണ്. അത്രയൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഡബിൾ മൈൻഡ്. അതും എനിക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, നമുക്ക് പുറത്തുനിന്ന് വന്നൊരു കപ്പിളായിരുന്നു. പുറത്തുനിന്ന് വന്നൊരു കപ്പിൾ, ആ കപ്പിളിനോട് ഓൾറെഡി സ്കാനിൽ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുമല്ലോ. അപ്പോൾ ആ ഡീറ്റെയിൽ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അനോമലീസ് ഉണ്ട്, പക്ഷേ അബോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കലായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫിന് ബുദ്ധിമുട്ട് വരുന്ന അനോമലീസ് ഒന്നും അല്ല. പക്ഷേ ഇഫ് യു വോണ്ട്, ഞങ്ങൾ അതിനുള്ളൊരു പ്രൊവിഷനുണ്ട്. ദേ ആർ ചോയ്സ് ആണല്ലോ, എപ്പോഴും മദറിൻ്റെ ചോയ്സ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വിചാരിച്ചു ദേ വിൽ ഗോ ഫോർവേഡ് വിത്ത് ദ ബേബി. അവർ വീട്ടുകാരും എല്ലാവരും പ്രഷർ ചെയ്തു. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ച് എത്തിക്കൽ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമാണല്ലോ, പറയും അങ്ങനെ ചെയ്യരുത്, നശിപ്പിക്കരുത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന് ഒരു വൈകല്യം ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമൊന്നുമല്ല. അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടിലായിരിക്കും. പൂർണ്ണമായിട്ടും സാധാരണ ലൈഫ് ലോങ് കുഞ്ഞ് പൂർണ്ണമായിട്ട് സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ആ കുഞ്ഞിന് സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം എനിക്ക് എന്തായിരുന്നു പ്രശ്നം പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, റീസെൻ്റായിട്ട് നടന്നതാണ്. ഞാനും ആ പേരൻറ്റും തമ്മിൽ ഇതിപ്പോൾ കുറേ പേര് കാണുന്നതല്ലേ, ആ പേരൻറ്റ് കണ്ട, അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം അവരറിഞ്ഞപ്പോൾ, അവരാ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് തോന്നി അന്നത് ചെയ്താൽ മതിയായിരുന്നു. അമ്മ ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോയി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ടും അമ്മ ഇത്രയും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടും അവരും, പിന്നെ ഫാദർ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് വേണ്ട, ഇത്രയും സ്ട്രെയിൻ എടുക്കണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയ്ക്കായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്, പേരൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലൊരു ഡ്രിഫ്റ്റ്, ആ ഒരു പോസ്റ്റ് പ്രഗ്നൻസി ക്ലാഷ് ഉണ്ടായി. ആ കുഞ്ഞിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ആയപ്പോഴത്തേക്കും അവർ മനസ്സങ്ങ് വല്ലാണ്ടായി. നമ്മളൊരു കുഞ്ഞെപ്പോഴും ഒരു ഹാപ്പിനെസ്സിൻ്റെ എപ്പിറ്റോമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വറി ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലോങ് വറിയാണ്, കുഞ്ഞുങ്ങളാൽ ഉണ്ടാകുന്ന ഒരു ദുഃഖം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും അങ്ങനെ ഒരു ഡിസിഷൻ ഹെൽപ്പ് ചെയ്യും. പേരൻസ് അത് മനസ്സിലാക്കുക. നമ്മൾ ഏത് പോയിന്റിലാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് വേണ്ടാത്തത് എന്നുള്ളൊരു തീരുമാനം, ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റണം. പക്ഷെ പലപ്പോഴും ഇത് കഴിയില്ലായിരിക്കും. കാര്യം ഈ ഇമോഷണൽ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ തീരുമാനം എടുക്കാൻ പലർക്കും പറ്റിയെന്നുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവർക്കൊരു സേഫ് ആയിട്ടുള്ളൊരു വേൾഡ്, അൺടിൽ ആൻഡ് അൺലെസ് അങ്ങനെ ഒരു വേൾഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ
ബെറ്റർ നോട്ട് ടു ഗോ ഫോർ ഇറ്റ് അല്ലേ. അപ്പം അവർ ഒരു പ്രായമാവുന്നവരെ ഇപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. അതുവരെ എന്ത് എന്നുള്ളതൊരു ചോദ്യമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കോൺട്രവേഴ്സീസ് ഉണ്ടാവുമായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടിസത്തെ പറ്റി സംസാരിച്ചപ്പോൾ ടെസ്റ്റിലൂടെ, അതായത് ഡെലിവറിക്ക് മുന്നേ ഉള്ള ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ എന്തൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ കഴിയാത്തതായിട്ടോ കഴിയുന്നതാണ് കൂടുതലുള്ളത്. അതായത് ഈ പറഞ്ഞതുപോലെ സ്കാനിങ്ങോ ഈ പറഞ്ഞ ടെസ്റ്റുകളോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഞ്ഞിൻ്റെ ജനറ്റിക് കോപ്പി ഒന്നും തരുന്നില്ല. അതായത് ആ കുഞ്ഞിന് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് സ്കാനിങ് വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സ്കാനിങ് നമുക്ക് ഒരു സസ്പിഷൻ ഉണ്ടാക്കുന്നു, നമുക്ക് ഒരു സംശയം ഉണ്ടാക്കിയിട്ട് ആ സംശയം കാരണം എന്തെങ്കിലും ഒരു അനോമലി ആ കുഞ്ഞിനുണ്ടെങ്കിൽ കാരിയോടൈപ്പിക് എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ കുഞ്ഞിൻ്റെ ജനറ്റിക്സ് എടുത്തു നോക്കാൻ പറ്റും. ജനറ്റിക്സ് എടുത്തു നോക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ, നോൺ ആയിട്ടുള്ള വൈകല്യങ്ങൾ, ഇപ്പം നമുക്ക് ലോകത്തുള്ള എല്ലാ ടെസ്റ്റുകളും ആ കുഞ്ഞിൻ്റെ ആ ഒരു കാരിയോടൈപ്പിംഗ് അല്ലെങ്കിൽ ജനറ്റിക്സിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കാണാറുള്ള കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ കോറിയോണിക് വില്ലസ് സാമ്പിളിങ്, ആംനിയോസെൻറ്റിസിസ്, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, വൂമ്പിനകത്തെ വെള്ളം അതെടുത്ത് പരിശോധിക്കുക. അതുപോലെ പ്ലാസൻ്റയിൽ നിന്ന് അകത്തേക്ക് പോകുന്ന കോറിയോണിക് വില്ല, ഈ പ്ലാസൻ്റ നമ്മളുടെ ബേബിയെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ വില്ല എന്ന് പറഞ്ഞത്, അതെടുത്ത് പരിശോധിക്കുക. ഇതെല്ലാം ജനിതകമായിട്ടുള്ള പല അസുഖങ്ങളും കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ അത് വെച്ച് തീരുമാനിക്കാനും പറ്റും. എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു പീഡിയാട്രിക് ഡോക്ടറിൻ്റെ പോഡ്കാസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പം, അച്ഛനും അമ്മയും പുറത്താണ്, കുട്ടി നാട്ടിലാണെങ്കിൽ കുട്ടി വളർന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയായിട്ടുള്ളൊരു റിലേഷൻ നഷ്ടപ്പെടുമോ, അവർ ശരിക്കും ഈ അച്ഛനും അമ്മയും മറക്കുമോ എന്നുള്ളത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രായത്തിലാണ് കുഞ്ഞുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതനുസരിച്ചിരിക്കും. അതായത് ഇപ്പം ജനിച്ച ഉടനെ ചിലപ്പോൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അടുത്ത് ആക്കിയിട്ട് പോകേണ്ട, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആക്കിയിട്ട് പോകേണ്ട കുറേ പേരൻസ് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർ വളരുമ്പോൾ അവരുടെ അമ്മയോ അച്ഛനോ ആയിട്ട് ചിലപ്പോൾ ഈ ഗ്രാൻഡ് പേരൻസിനെ ആയിരിക്കും കാണുന്നത്. പിന്നെ വീഡിയോ കോളിനൊരു പരിധിയുണ്ട്. പണ്ടുള്ള കാലത്താണെങ്കിൽ ഒട്ടും ഇല്ല, അതിനൊരു ഐഡൻറ്റിഫൈ ചെയ്യാനൊരു വഴിയേ ഇല്ല. പക്ഷേ ഇപ്പോൾ വീഡിയോ കോളുണ്ട്, വർഷത്തിലൊരിക്കൽ വരാൻ പറ്റും. അങ്ങനെ വെച്ചിട്ട് അവർക്ക് അച്ഛൻ അമ്മ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഡെയിലി അവരെ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഗിവേഴ്സിനെ പോലുള്ള ബോണ്ട് ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും ഡെവലപ്പ് ചെയ്യത്തില്ല. പക്ഷേ പിന്നീട് അവരറിയാവുന്ന പ്രായം ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മനും മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അച്ഛനും അമ്മയാണെന്ന് കുഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷെ ആ സമയത്ത് കുഞ്ഞ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു പ്രായത്തിൽ അവരെ പ്രൊവൈഡ് ചെയ്ത അപ്പൂപ്പനെയോ അമ്മൂമ്മയോ വളരെയധികം മിസ് ചെയ്യുകയും ഇമോഷണലി വളരെയധികം ഡൗൺ ആവുന്നതും കാണാറുണ്ട്. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളുണ്ട്, പേരൻസിന് പുറത്തു പോകേണ്ടി വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക്? കീപ്പ് ഇൻ ടച്ച് എന്നുള്ളതാണ് ഫസ്റ്റ്. എല്ലാ ദിവസവും ഡെയിലി ഒരു നേരമെങ്കിലും കുഞ്ഞിനെ വിളിച്ച് സംസാരിക്കാം. അതിൽ ലിമിറ്റേഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സിന് താഴെ സ്ക്രീൻ ടൈം പാടില്ല എന്നാണ് നമ്മുടെ WHO നിർദ്ദേശം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കീപ്പ് ഇൻ ടച്ച് എത്രമാത്രം റെലവൻ്റ് ആവും എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ വിസിറ്റ് ചെയ്യുക. ഒരിക്കലും സാധനങ്ങളോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ല കുഞ്ഞിന് ഒരു പ്രായം വരെ വേണ്ടത്. കുഞ്ഞിന് പ്രസൻസ് ആണ് വേണ്ടത്, പ്രസൻസ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ. ഇതൊക്കെ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ വെക്കേഷന് വരുന്ന സമയം 100% കുഞ്ഞുമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. സ്ക്രീൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓട്ടിസത്തിൻ്റെ കൂടെ തന്നെ വേറൊരു ടെർമിനോളജിയാണ് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എക്സാക്ട്ലി വിർച്വൽ ഓട്ടിസം? വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗാഡ്ജറ്റ്സിൻ്റെ ഓവർ യൂസ്, അതുപോലെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പിക്ചേഴ്സ്. ഇപ്പം ഷോർട്സ് ആണല്ലോ പുതിയ ട്രെൻഡ്. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ അല്ലാതെ എന്തെങ്കിലും അടങ്ങിയിരിക്കാനായിക്കോട്ടെ, കുഞ്ഞിന് TV എക്സ്പോഷർ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ കളേഴ്സ്, കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പിക്ചർ സ്ലോട്ട്സ്, വോയിസസ്, ഓൾട്ടേർഡ് ആയിട്ടുള്ള സൗണ്ട്സ്, ഇതെല്ലാം കാണുന്നതോടു കൂടി കുട്ടിയുടെ ബ്രെയിൻ കണക്ഷൻസ് അത്രയും സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി ഹോർമോൺസ്, കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ഡ്രെയിൻഡ് ആവുന്നു. വയറിങ്
ഈ കണ്ടിന്യൂസ് ആയിട്ട് വയറിങ് നടന്നുകൊണ്ടിരിക്കുക. ബ്രെയിൻ ഒരു അത്ഭുത ഓർഗനാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്, അവിടെ ഒരു ഇൻഫർമേഷൻ പുതിയതായിട്ട് കിട്ടുമ്പോഴത്തേക്കും ആ ബ്രെയിൻ സെൽസിൽ നിന്ന് ഒരു കണക്ഷൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഈ കണക്ഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോൾ അത് തെറ്റായ രീതിയിൽ പോകും. അവിടെയാണ് ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓൾറെഡി ബേബി ഓക്കെ ആയിരിക്കും, ഒരു 18 മാസമൊക്കെ ആകുമ്പം വരുന്ന പ്രായത്തിൽ സൗണ്ട് സ്റ്റിമുലസ് എല്ലാം ഓൾട്ടേർഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കിട്ടിത്തുടങ്ങുമ്പോൾ നോർമലി ഡെവലപ്പ് ചെയ്യേണ്ടത് അബ്നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങൾ ആ ഭാഷയിൽ, കാർട്ടൂൺ ഭാഷയിൽ സംസാരിക്കുക, എപ്പോഴും ആക്റ്റീവ്, ഭയങ്കരമായിട്ട് ഒരു രീതിയിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ADHD പോലുള്ള ഇഷ്യൂസ് അതെ വരാം. അറ്റൻഷൻ ഡെഫിസിറ്റ് വരാം. അതുപോലെ ഒരാൾ നേരിട്ട് കണ്ടാൽ അയാളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷേ അയാളെ ഫോണിൽ സംസാരിക്കാം, ടെക്സ്റ്റ് ചെയ്യാം, ഇതൊക്കെ അവർക്ക് പറ്റും. പക്ഷെ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് വെർച്വൽ ഓട്ടിസം കൊണ്ടുണ്ടാവുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ളൊരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ റീലുകൾ സ്ക്രോൾ ചെയ്യുവാണ്. നമ്മൾ റീലുകൾ സ്ക്രോൾ ചെയ്യുന്ന പോലെ 2 വയസ്സുള്ള കുട്ടി ഫോണിൽ റീല് സ്ക്രോൾ ചെയ്യുവാണ്. ആ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ കുട്ടിയുടെ അമ്മ കഴിക്കാനായിട്ട് എന്തോ വായിൽ വെച്ച് കൊടുക്കുന്നു. ആ കുട്ടി ഒരു റോബോട്ടിനെ പോലെ ഇങ്ങനെ അത് കഴിക്കുന്നു. ആ ഫോൺ എടുത്ത് മാറ്റുമ്പോൾ കുട്ടി കരഞ്ഞു തുടങ്ങുന്നു. അത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കഴിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് എന്ത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായാലും എന്ത് ടെക്സ്ചറിലുള്ള ഫുഡായാലും കുഞ്ഞത് സോളോ ചെയ്ത് കഴിക്കുകയാണ്. കുഞ്ഞിന് ഫുഡാണെന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ പകരം പേപ്പർ കൊടുത്താലും കുഞ്ഞത് കഴിക്കുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി കുട്ടി അറിയുന്നില്ല. ഈ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വായിൽ കുഞ്ഞാ ഭക്ഷണം വായിലേക്ക് ഇടുമ്പോൾ ആ ഭക്ഷണം സലൈവറി അമിലേസ് എന്ന് പറഞ്ഞ വായിനകത്ത് തുപ്പലിലടങ്ങിയിരിക്കുന്ന, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുമായിട്ട് മിക്സ് ചെയ്ത് അതാണ് താഴേക്ക് പോകുന്നത്. ആ ചൂ ചെയ്യുന്ന ഫുഡ് അതിനെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പീസാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ 1000 പീസസോളം ആക്കിയ ശേഷമാണ് അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. താഴേക്ക് കൊണ്ടുവന്ന് അത് ഗ്യാസ്ട്രിക് കണ്ടൻസുമായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതാണ് ഈ ബാക്ക് ടു ബാക്ക് ചുമ്മാ കുത്തിക്കയറ്റി ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നത്, ഇപ്പം കുഞ്ഞ് മൊബൈൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന് കമ്പ്യൂട്ടറിനെ കുറിച്ച് എല്ലാം അറിയാം. ഇപ്പോൾ ചില ഗ്രാൻഡ് പാരൻസ് പറയുന്നതാണ്, എൻ്റെ കുഞ്ഞ് ഭയങ്കര മിടുക്കനാണ്, 2 വയസ്സായുള്ളൂ, അവൻ തന്നെ വീഡിയോ കോൾ ചെയ്യും, അച്ഛനും അമ്മയും തന്നെ വീഡിയോ കോൾ ചെയ്യും, ഫോണിൽ ഞങ്ങൾക്ക് പോലും അറിയാത്ത രീതിയിൽ ലോക്ക് തുറക്കും. അതുപോലെ കുഞ്ഞ് തന്നെ ഗെയിം എടുത്ത് കളിക്കും. അവന് കഴിക്കേണ്ട സമയമാകുമ്പോൾ അവൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കസേരയിൽ പോയി ഇരുന്നിട്ട് എല്ലാം കഴിച്ചോളൂ. ഇത് ഭയങ്കര അഭിമാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പോലെ തന്നെയാണ്, ഒരു അസുഖമാണത്. അതിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കുഞ്ഞ് ഫുഡ് എന്താണെന്ന് അറിയണം, ഫുഡിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് അറിയണം, എന്താണ് കഴിക്കുന്നത് സമീകൃതമാണോ എന്നുള്ളത് അറിയണം. മെക്കാനിക്കൽ ആവാനേ പാടില്ല. ശരിക്കും സ്ക്രീൻ ടൈം എത്ര വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം? 2 ഇയേഴ്സ് വരെ നോ സ്ക്രീൻ ടൈം. WHO സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈനാണ് 2 ഇയേഴ്സ് വരെ നോ സ്ക്രീൻ ടൈം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ, ഓരോ പ്രായത്തിനും സ്ക്രീൻ ടൈംസ് വേറെയാണ്. അപ് ടു 5 ഇയേഴ്സ് ഹാഫ് ആൻ അവർ ടു 1 അവർ ആണ് പറയുന്നത്. അതിൽ മെജോറിറ്റി ഈ മേജറായിട്ടുള്ള ഈ ഒരു കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് വന്നല്ലോ, അതൊക്കെ എഡ്യൂക്കേഷണൽ പേർപ്പസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പേർപ്പസ്. ഈ പറഞ്ഞ പോലെ പേരൻസ് ഒക്കെ പുറത്താണെങ്കിൽ അവർക്കുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഹാഫ് ടു 1 അവർ പറയുന്നത്. സ്ട്രിക്ട്ലി നോ ഡ്യൂറിങ് മീൽ ടൈം. ഒരു സ്ക്രീൻ ടൈമും മീൽ ടൈമിൽ പാടില്ല. ശരിക്കും എന്തുകൊണ്ടാണ് നോ സ്ക്രീൻ ടൈം ഡ്യൂറിങ് ഫുഡ് അല്ലെങ്കിൽ നോ സ്ക്രീൻ ടൈം ഡ്യൂറിങ് സ്ലീപ്പ് എന്ന് പറയുന്നത്? സ്ക്രീൻ ടൈം മീൽസിൻ്റെ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനെ മീൽസിനെ ഒട്ടും മനസ്സിലാക്കാതെ മെക്കാനിക്കലായിട്ട് സോളോ ചെയ്ത് കഴിയുമ്പോൾ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഡൈജഷൻ കറക്റ്റ് ആകാത്തപ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുന്നില്ല. ഓവർ വെയ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് ഈ പറഞ്ഞതുപോലെ ന്യൂട്രിറ്റീവായിട്ടുള്ള നല്ല വെയിറ്റ് ആയിരിക്കത്തില്ല കുഞ്ഞ് ഗെയിൻ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞ് ഫുഡ് ആ ഒരു ഫുഡിൻ്റെ രീതി അറിയാതെ അല്ലെങ്കിൽ ബ്രെയിനുമായിട്ട് കണക്റ്റ് ആവാതെ ഡൈജഷൻ നടക്കുകയാണെങ്കിൽ അതിലൊരു അർത്ഥവും ഇല്ല. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് സമയത്തുള്ള മീഡിയ. സ്ലീപ്പ് സമയത്ത് ഈ ലൈറ്റ് അല്ലെങ്കിൽ ഈ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ TV ഒരു ക്ലീൻ സ്ലീപ്പ് ടൈമിനെ വളരെയധികം ഹാമ്പർ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ബെഡ് ടൈമിന് ഒരു 1-2 മണിക്കൂർ മുന്നേ എങ്കിലും സ്ക്രീൻസ് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമുക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. പിനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ
നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുന്നു. ഈ ഹോർമോൺ ലൈറ്റ് ഉള്ളപ്പോൾ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് രാത്രി ഇത് സെക്രീറ്റ് ആവുന്നത്. അപ്പോൾ ലൈറ്റ് ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വേറെ സ്ഥലത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് വർക്ക് ചെയ്യത്തില്ല. കുഞ്ഞ് കറക്റ്റായിട്ട് വളരത്തില്ല, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കത്തില്ല. അടുക്കി പറക്കല്ല, രാവിലെ ഗെയിൻ ചെയ്യുന്ന നോളജ് എല്ലാം കുഞ്ഞ് രാത്രിയിലാണ് ബ്രെയിനിൽ അടുക്കി പറക്കുന്നത്. അത് കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പം നോ സ്ക്രീൻ ടൈം ഡ്യൂറിങ് സ്ലീപ്പ്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഡ്യൂറിങ് മീൽ. അത് സ്ട്രിക്റ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് പേരൻസ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത്? പ്രാക്ടിക്കലി ഇത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഭയങ്കര പാടാണ് പിള്ളേരെ എൻഗേജ് ചെയ്യാൻ. സ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. ചിലപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ജോലിക്ക് പോകേണ്ടവരായിരിക്കും. റിട്ടയർ ചെയ്യാത്ത ഗ്രാൻഡ് പാരൻസ് ഉള്ളവരെ അറിയാം. അപ്പം ഇതിനിടയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വാഷ്റൂമിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് വേറെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വേറെ ഒരു മാർഗ്ഗം എന്തുകൊണ്ട്? മുറ്റമില്ല. മുറ്റം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടി. പിന്നെ വേറെ ആരും നോക്കാനില്ല. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഒരാൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അടുത്ത ആളെ ഏൽപ്പിച്ചിട്ട് പോവാം. ഇത് ഹോം മേക്കേഴ്സായിട്ടുള്ള മദേഴ്സുണ്ട്, വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമുണ്ട്. ഇവർക്ക് ഈ പിള്ളേർ ഓടുന്ന പോലെ ഓടാൻ പറ്റില്ല. ചിലപ്പം 1 മിനിറ്റ് ഇവരെയൊക്കെ താഴെ നിർത്തി കഴിഞ്ഞാൽ അവർ സ്റ്റെപ്പ് കയറിപ്പോവും, മതിൽ ചാടി കയറും, വിൻഡോസിൽ ചാടി കയറും. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ചെയ്യാം, ഞാൻ അതിനും ഓൾട്ടർനേറ്റീവ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവിങ് സ്ക്രീൻസ്, ഷോർട്ട്സേ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ആനിമൽ പ്ലാനറ്റ് പോലെ എന്തെങ്കിലും സ്ലോ ആയിട്ടുള്ള സൂതനിങ് ആയിട്ടുള്ള എന്താ പറയുന്നത്, നമ്മുടെ ബ്രെയിനിനെ കാം ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള ഗ്രീനറിയൊക്കെ ഉള്ള ഇങ്ങനെ ആനിമൽസ് നടക്കുന്നത്, അല്ലെങ്കിൽ പാട്ടുകൾ, ഇതെല്ലാം വെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഇതെല്ലാം വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവരെ എൻഗേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈമാണ്. മൊബൈൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ടി വി ഈസ് ഓൾസോ ഓക്കെ. ഒരു 20 മിനിറ്റ് ടി വിയിലേക്ക് നോക്കുകയാണെങ്കിൽ 20 മിനിറ്റ് മാറ്റി നിർത്തുക. കുഞ്ഞിനെ 20 ഫീറ്റ് ദൂരത്തേക്ക് കുഞ്ഞിനോട് നോക്കാൻ പറയുക. ഇതാണ് 20-20-20 റൂൾ എന്ന് പറഞ്ഞ ഒരു റൂള് തന്നെയുണ്ട് പിള്ളേർക്ക്. ഈവൻ നമുക്കും അത് ബാധകമാണ് കേട്ടോ. 20 മിനിറ്റ് ഒരു സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 20 സെക്കൻഡെങ്കിലും കണ്ണടച്ച് വെക്കണം. എന്നിട്ട് ഒരു 20 ഫീറ്റ് ദൂരെയുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. സ്ക്രീൻ ടൈമിൻ്റെ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുക, ഉറങ്ങാൻ വേണ്ടി ഫോൺ കൊടുക്കുക, അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ, കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഇതൊന്നും ചെയ്യാതിരുന്ന കുട്ടികൾ കരയുമല്ലോ. അപ്പം അമിതമായി കുട്ടികൾ കരയുമ്പോൾ അവരുടെ ആവശ്യം നടത്തി കൊടുക്കുക, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഒരു നല്ല രീതിയാണോ? ഒട്ടുമേ അല്ല. അതും വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന, കുട്ടികൾക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യം. നമുക്ക് ബുദ്ധിമുട്ട് ആദ്യം പറയാം. കാരണം ഒരു പ്രാവശ്യം അങ്ങനെ അവർക്ക് വേണ്ടി ബഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ നിർബന്ധം സാധിച്ചു കൊടുക്കേണ്ടി വരും. അത് ത്രൂ ഔട്ട് ലൈഫ് സാധിച്ചു കൊടുക്കേണ്ടി വരും. അവർ കരഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ യെസ് പറയുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റായിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യത. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ കരഞ്ഞ് ഒരു കാര്യം സാധിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തോന്നുക, അതായത് ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഗ്രഷന് വേണ്ടി അവർ സാധിച്ചു തരും എന്ന് മനസ്സിലാവുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അത് തെറ്റോ ശരിയോ എന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കത്തില്ല. നമ്മുടെ സ്റ്റാൻഡായിട്ട് തന്നെ എടുക്കുക, അത് യുണാനിമസ്ലി എടുക്കുക. അച്ഛൻ യെസ് പറഞ്ഞ് അമ്മ നോ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് യെസ് പറഞ്ഞിട്ട് പേരൻസ് നോ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അവർ കരയുകയാണെങ്കിൽ അവർക്ക് ഒരു കോർണർ ടൈം കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ സമയത്ത് നമ്മൾ ഒരു മിനിറ്റോളം അവരോട് മിണ്ടാതെ, അവരുടെ കരച്ചിലിനെ ഒട്ടും വക വയ്ക്കാതെ അവരൊരു സേഫ് പ്ലേസിലേക്ക് മാറ്റുക. ഈ എടുത്തെറിയുന്ന സ്ഥലത്ത് പൊട്ടുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരൊരു റൂമിലോട്ടൊക്കെ എടുത്ത് നമ്മൾ പൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കോർണർ ടൈം കൊടുക്കുക, അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയുക. 5 മിനിറ്റ് അനങ്ങരുത്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഞാൻ നിനക്കിത് സാധിച്ചു തരത്തില്ല എന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കുക. അതിനുശേഷം അവരോട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐ ലെവലിൽ നിന്ന് സംസാരിക്കാൻ പറയാറുണ്ട്. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ കുനിഞ്ഞിരുന്ന്
അവരുടെ ഐ ലെവലിൽ അവരെ പിടിച്ചു വെച്ച് വളരെ സൗമ്യമായിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫ് ടൈം നിനക്ക് തന്നത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കമാൻഡ് ഓർഡർ ഒരു രീതിയിലേക്ക് അത് മാറും. ഞാൻ കമാൻഡ് ചെയ്യുന്നു, പേരൻ്റ് കമാൻഡ് ചെയ്യുന്നു, ബേബി അത് അനുസരിക്കുന്നു എന്നുള്ള രീതി. അങ്ങനെ വരാതെ അതിനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.